Good morning, all. Am I audible? Okay. Is there anyone among us who does not understand Malayalam? No. Being a community-based person, I think it's better that we talk in our mother tongue. അപ്പോൾ നമുക്കിതൊരു കൺവെൻഷണൽ ഭയങ്കര സ്ട്രിക്റ്റ് CME-യേക്കാളും നല്ലത് കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സംസാരിക്കാൻ തോന്നുന്നു. നമ്മുടെ ഓൺലൈൻ CME-യിലെല്ലാം പറഞ്ഞതുപോലെ ഇപ്പോൾ ആസ് അവർ മാഡം കറക്റ്റ്ലി പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ബ്ലാഡർ കെയർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ സർക്കാർ മേഖലയിൽ മാത്രം ഒരു മാസം 25,000 ഫോളീസ് കത്തീറ്റേഴ്സാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നഴ്സസ് ഒരു മാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു മാസം ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 2,500 ആർ ചേഞ്ച് ബൈ സ്റ്റാഫ് നഴ്സസ് ഓൾസോ. അപ്പോൾ ഒരു നിയർലി 30,000 ആളുകൾ അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് കത്തീറ്ററൈസേഷൻ വരുന്നത്. 20% ബെഡ് ബൗണ്ട് പേഷ്യൻസ്, അതായത് 1 in 5 bed bound patients are catheterized in Kerala in government sector alone. So how much more നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ദാറ്റ് ഇസ് ദ നീഡ് ഫോർ ഹാവിങ് ഒരു കൺസെൻസസ് ഓൺ ബ്ലാഡർ കെയർ. അപ്പോൾ നമ്മളിന്ന് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഇതിൽ ആ കൺസെൻസസ് ഡോക്യുമെൻ്റ് ഒരു ഡ്രാഫ്റ്റാണ്. ഇറ്റ് ഇസ് ഓൺലി എ പ്രിലിമിനറി ഡ്രാഫ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് മൊബൈലിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിലും ആ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. So all the links are, if you want to access the links, നമുക്ക് ആ മൊബൈലിൽ നിന്നുള്ള വേർഷൻ കൂടി നോക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു PPT ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ദിസ് ഇസ് എ ചേഞ്ചിങ് ഡോക്യുമെൻറ്റ്. ഞാൻ മലയാളത്തിലാണെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും മലയാളം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. സോ അപ്പോൾ ഇതൊരു ഒരു ഡൈനാമിക് ഡോക്യുമെൻറ്റ്. സോ എനി വൺ ക്യാൻ കമൻറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ ഡ്യൂറിങ് അവർ CME, നമ്മുടെ റെഗുലർ CME ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്തപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ പല യൂറോപ്യൻ ജേർണൽസോ അല്ലെങ്കിൽ ഒരു എവിഡൻസോ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്തായാലും വരും. അപ്പോൾ ഇനി നമ്മൾ ആദ്യം സംസാരിക്കുന്നത് കത്തീറ്റർ അസോസിയേറ്റഡ് എസിംറ്റമാറ്റിക് ബാക്ടീരിയ, അതുപോലെ കത്തീറ്റർ അസോസിയേറ്റഡ് UTI ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു നേഴ്സാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഒരു കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല പേഷ്യൻറ്റിനും പേഷ്യൻ്റെ ഫാമിലിക്കും ഒക്കെ ഏറ്റവും വലിയൊരു പ്രയാസം ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇതാണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അതാണ്. അപ്പോൾ നമുക്കൊരു ഇതിനെപ്പറ്റി വളരെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് നമ്മുടെ ഡോക്ടർ സുനിൽ. ഇത്രയും വർഷത്തെ ബാക്ടീരിയൽ എക്സ്പീരിയൻസ് ഉണ്ട്. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന 2-3 പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. പേഷ്യൻ്റ് തന്നെ ഒരു സാമ്പിൾ കത്തീറ്ററിൽ നിന്ന് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, ഇതിൽ പസൽസ് ഉണ്ടെന്ന് പറയുന്നു, ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി എവിഡൻസ് ഫോർ ഈ കത്തീറ്റർ അസോസിയേറ്റഡ് ബാക്ടീരിയ? അതാണ് നമ്മൾ കത്തീറ്റർ അസോസിയേറ്റഡ് ABU അസിംറ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നതും കത്തീറ്റർ അസോസിയേറ്റഡ് UTI എന്ന് പറയുന്നതും നമുക്കൊരു ടെസ്റ്റ് ചെയ്തിട്ട് ഒരു യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നത് എത്രമാത്രം റിലയബിൾ ആണ്, അങ്ങനെ റെഗുലർലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഈ കാര്യങ്ങൾ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായി. അപ്പോൾ ഇത് സാർ പറയുന്ന കൂടെ തന്നെ നമ്മൾ ഡോക്യുമെൻറ്റും നോക്കി തന്നെ പോവാം. അപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ അഞ്ച് ചോദിച്ചത്. സാധാരണ നഴ്സസ് ഒരു വീട്ടിൽ പോയി അവിടെ ചിലപ്പോൾ കത്തീറ്റർ അപേക്ഷിച്ചാണ് കത്തീറ്ററിൽ കൂടെ ബസ് പോകുന്നു, എന്താ ചെയ്യേണ്ടത്? വീട്ടുകാർ പറയുന്നു ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കട്ടെ. അപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ വേണ്ടേ എന്നുള്ള ചോദ്യമായി. അപ്പോൾ നമ്മൾ ഇതന്നെ ഇവിടെയുള്ള എല്ലാവരും ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും നിങ്ങൾ കേൾക്കുകയല്ല, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഞാൻ ജസ്റ്റ് കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കത്തീറ്റർ ഇട്ടു, നമ്മൾ സാധാരണ രീതിയിൽ കത്തീറ്റർ ഇട്ടു തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞ് പിന്നെ
അടുത്ത പ്രാവശ്യം കത്തീഡ്രൽ മാറ്റാനായിട്ട് പോകും, അല്ലെങ്കിൽ കത്തീഡ്രൽ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മൾ കത്തീഡ്രൽ കയറി. പക്ഷേ നമ്മൾ കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ സാധാരണ കത്തീഡ്രൽ ഇട്ട് കഴിയുമ്പോൾ അവിടെ സ്കിന്നിലുള്ള കുറേ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ആ കത്തീഡ്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കമൺ സെൽസ് ഈ കത്തീഡ്രലിന് കൂടെ കത്തീഡ്രലിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ കൂടെ അപ്പോൾ തന്നെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ബാക്ടീരിയാസ് ആക്ച്വലി ബാക്കിയുള്ള നമ്മുടെ ഹോസ്റ്റ് ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആയി അതിൻ്റെ ചുറ്റുകളിലൊക്കെ പോളിസാക്കറൈഡ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ എല്ലാം വിത്ത് ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് കവറിങ് അതിനെ പറയുന്നത് ബയോഫിലിം എന്നാണ്. അപ്പോൾ ഇത് ഇടുന്ന നിമിഷം തൊട്ട് തന്നെ ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ തുടങ്ങും, ആ ബയോഫിലിം ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പറയുന്നത് ഒരു 24 to 48 ഹവേഴ്സിനുള്ളിൽ ഏകദേശം ഒരു 10% ആൾക്കാരിൽ യൂറിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടാവും. പക്ഷെ ഒരു 14 to 30 days 2 weeks to 4 weeks ആവുമ്പോഴേക്കും ഈ ഒരു ഗ്രോത്ത്, ഈ ബയോഫിലിം അത് വീണ്ടും ഗ്രോ ചെയ്യും. എന്നിട്ട് കത്തീഡ്രലിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ കത്തീഡ്രലിൻ്റെ ലിമിറ്റിനുള്ളിൽ പോയി അവിടെ ചെന്ന് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പേഷ്യൻസിലും നമ്മൾ യൂറിൻ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയോറിയ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം ഇത് ആ ബാക്ടീരിയ ആ ബ്ലാഡറിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് എന്നുള്ളതല്ല. അപ്പോൾ ഇതിനെ പറയുന്നതാണ് അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയോറിയ. കാരണം യൂറിൻ നമ്മൾ കൾച്ചർ എടുത്തപ്പോൾ അതിൽ ബാക്ടീരിയ ഉണ്ട്, പക്ഷെ നമുക്ക് ആ പേഷ്യൻറ്റിന് അതിൻ്റേതായ സൈൻസോ സിംറ്റംസോ ഒന്നുമില്ല. അപ്പോൾ അതിനാണ് അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോണിക്കലി കത്തീഡ്രൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ദിസ് ഇസ് അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ പേഷ്യൻസ് have asymptomatic bacteria if they are on long-term catheterization. So that's I think one of the most important point. Actually urine culture നമ്മൾ എപ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ ചെന്ന് പേഷ്യൻ്റെ വീട്ടിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനൊന്നുമുള്ള സമയം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. നമുക്ക് അവിടെ വെച്ചിട്ടുള്ള ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ഒരു കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുക? ഇപ്പോൾ കോട്ടി എന്ന് പറയുന്നത് ഇതാ ഇവിടെ കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ കണ്ടല്ലോ. ഇതാ occurring in a person whose urinary tract is currently catheterized or has been catheterized within previous 48 hours. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ കോട്ടി ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സർവൈലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഫീവർ ഓർ ചിൽസ്, രണ്ടാമത്തെ കാര്യം സൂപ്രഫിബിക് പെയിൻ അല്ലെങ്കിൽ ഫ്ലാങ്ക് പെയിൻ ഓർ ടെൻഡർനെസ്, പിന്നെ ചേഞ്ച് ഇൻ ദ ക്യാരക്ടർ ഓഫ് യൂറിൻ, നാലാമത്തെ കാര്യം ഡിക്ലൈൻ ഇൻ ഫങ്ഷണൽ സ്റ്റാറ്റസ് ഓർ ചേഞ്ച് ഇൻ മെൻ്റൽ സ്റ്റാറ്റസ്. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് എടുക്കാമെന്നാണ്. ഇത് കമ്മ്യൂണിറ്റിയുടെ കാര്യം നമ്മൾ പറയുന്നത്, അല്ലാതെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. കാരണം നമ്മൾ കുറേ അധികം പേഷ്യൻസിനെ കാണുന്നത് കമ്മ്യൂണിറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സൈൻ ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സാധാരണ പലപ്പോഴും നമ്മൾ പറയും, പേഷ്യൻസ് വിളിച്ച് പറയുമ്പോൾ പറയും ഒരു സാമ്പിൾ എടുത്ത് വിട്ടോളൂ എന്ന് പറയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ആ ബാഗിൽ നിന്ന് യൂറിൻ സാമ്പിൾ എടുത്ത് വിടുക എന്നുള്ളതായിരിക്കും സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. നമ്മൾ അന്വേഷിക്കുമ്പോഴായിരിക്കും ബാഗിൽ നിന്ന് എടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യേണ്ടത് നമ്മൾ കത്തീറ്റർ
മാറ്റി പുതിയ കത്തീറ്റർ ഇട്ടതിന് ശേഷം യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യാനാണ് പറയുന്നത് കത്തീറ്റർ ഇട്ട പേഷ്യൻസിൽ. ഇനി ഇത് പോസിബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ആ ഡ്രെയിനിങ് ഇതിൽ നിന്ന് പോട്ടിൽ നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എടുക്കാനായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യേണ്ടത് യൂറിൻ ട്യൂബ് മാറ്റി പുതിയ ട്യൂബിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പഴയ ട്യൂബിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ബയോഫിലിമൊക്കെ കൂടി അതിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ബ്ലാഡറിലുള്ള ബാക്ടീരിയ ആണ് നമുക്ക് പുറത്തേക്ക് നമ്മൾ കൾച്ചർ ചെയ്തപ്പോൾ കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുതിയ ട്യൂബ് ഇട്ട് എടുക്കുക എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അപ്പോൾ സാർ നമ്മൾ കൺസെൻസസ് ഡോക്യുമെൻ്റ് പറയുന്ന ഒരു 3-4 കാര്യം എന്ന് വെച്ചാൽ അത് സാർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന്, നോ നീഡ് ടു ഡു യൂറിൻ റുട്ടീൻ ഓർ യൂറിൻ കൾച്ചർ സെൻസിറ്റിവിറ്റി ഓർ ഡയഗ്നോസ് catheter associated UTI based only on the appearance of cloudy or odorous urine. അതാണ് സാർ ആദ്യം പറഞ്ഞത്. അത് asymptomatic bacteria ആണ്. ഇറ്റ് ഇസ് നോട്ട് catheter associated UTI. രണ്ടാമത് പറഞ്ഞത് pus seen on doing URE in a catheterized patient is not an indicator of COTI. സാർ പറഞ്ഞ ആ 4 കാര്യങ്ങൾ നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് COTI പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സാർ പറഞ്ഞതും നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഉൾപ്പെടുത്താത്തൊരു കാര്യം ചേഞ്ച് ഇൻ ക്യാരക്ടർ ഓഫ് യൂറിനാണ്. അതും കൂടി അതിൽ ഉൾപ്പെടുത്താൻ തോന്നുന്നു. അപ്പോൾ അതാണ് പറയുന്നത് സിംറ്റംസ് ഓഫ് catheter associated UTI എന്ന് പറയുന്നത് ന്യൂ ഓൺസെറ്റ് ഓർ വേഴ്സണിങ് ഓഫ് ഫീവർ, റൈഗേഴ്സ്, ഓൾട്ടർഡ് മെൻ്റൽ സ്റ്റാറ്റസ്, മലേസ് ഓർ ലെഥാർജി, ഫ്ലാങ്ക് പെയിൻ, പോസ്റ്റോവർട്ടബ്രൽ ആംഗിൾ ടെൻഡർനെസ്, പിന്നെ ഒരു അക്യൂട്ട് ഹെമറ്റൂറിയ ഉണ്ടെങ്കിലും അല്ലേ സാർ അത് UTI ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. ക്യാരക്ടർ ഓഫ് യൂറിൻ, ചേഞ്ച് ഇൻ ക്യാരക്ടർ ഓഫ് യൂറിൻ അതിൽ വരുന്നത് എന്താവാ, അതായത് ഓർഡർ മാറി, അല്ലെങ്കിൽ ഹെമറ്റൂറിയ ഉണ്ട്, കൂടുതൽ പസൽസ് തുടങ്ങി, അങ്ങനെയുള്ള എല്ലാം ക്യാരക്ടർ ഓഫ് യൂറിൻ ചേഞ്ചിൽ വരും. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഡൗട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ എന്തായാലും സാമ്പിൾ എടുക്കണം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് തുടങ്ങാനുള്ള ഒരു രീതിയിലായിരുന്നു നേരത്തെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ ഈ ഒരു ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവർഷിപ്പ് വന്ന സ്ഥിതിക്ക് കൾച്ചർ എടുത്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? അതല്ലേ സാറിൻ്റെയും ഒരു ഒപ്പീനിയൻ? ഇതിൽ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ അങ്ങനെ കൾച്ചർ എടുക്കാനായിട്ടുള്ള ബോട്ടിൽ കൊണ്ട് പോകാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നമുക്ക് ഒരു ഡിസ്കഷൻ പോയിന്റായിട്ട് അത് വെക്കാം. അപ്പോൾ എനിവേ താങ്ക് യു വെരി മച്ച് സാർ. ഒരു വളരെ ഇലുമിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. എനിക്ക് അടുത്തത് മഞ്ജു മാഡത്തിലൂടെ. ഒരു മിനിറ്റ് അഞ്ചു. അതായത് ഇപ്പം അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയോറിയ എന്ന് പറഞ്ഞു. ഈ പസൽസിനെ കുറിച്ച്, പസൽസ് ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർക്ക് പേടി. പസൽസ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പസൽസ് ഉണ്ടാകുന്നത്? പസൽസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കത്തീറ്റർ എന്ന് പറയുമ്പോൾ ബ്ലാഡറിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഫോറിൻ ബോഡി ഇട്ട് വയ്ക്കുകയാണ്. ഫോറിൻ ബോഡി ഇട്ട് വയ്ക്കുമ്പോൾ എന്തായാലും നമ്മളുടെ ബോഡി ഡിഫെൻസ് മെക്കാനിസം അതിനെ അറ്റാക്ക് ചെയ്യും. സോ ന്യൂട്രോഫിൽസ് ഡെഫിനറ്റ്ലി അവിടെ വരും. ആ ന്യൂട്രോഫിൽസ് ഒരു മോർ ദാൻ 10 ഇൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു ഫീൽഡിൽ കാണുകയാണെങ്കിൽ അതിനാണ് പസൽസ് എന്ന് പറയുന്നത്. സോ ദർ ആർ വേരിയസ് അതർ കോസസ് ഫോർ അസിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ പസൽസ്. ലൈക്ക് ഇപ്പോൾ ഒന്ന് കത്തീറ്ററാണ്, 2 ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് ആൾക്കാർ വിചാരിക്കുന്നത് പസൽസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ് എന്നാണല്ലോ വിചാരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതാണ് സാർ പറഞ്ഞത് ന്യൂട്രോഫിൽസ് ആണ് നമ്മൾ പസൽസ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് മൈറ്റ് നോട്ട് ബി പഴുപ്പ്. അതുകൊണ്ട് അതും ആലോചിക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആൻറ്റിബയോട്ടിക് ടു പ്രിസ്ക്രൈബ് വൺസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ദറ്റ് ഇറ്റ് ഇസ് എ catheter associated UTI, ഇറ്റ് ഇസ് നോട്ട് എ അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏത് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് എന്നൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ മഞ്ജു ഒന്ന് കേൾക്കാം. വാട്ട് ഈസ് ദി കറൻറ്റ് എവിഡൻസ്? നമ്മൾ രണ്ട് രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻ നമുക്ക് വരിക. ഒന്ന്, ഒരു എംപിറിക്കലായിട്ട് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൾച്ചർ റിസൾട്ട് വന്നാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാം, അതിന് ഓറൽ ചോയ്സ് എന്തായിരിക്കണം, പാരൻറ്ററൽ ചോയ്സ് എന്തായിരിക്കണം? സോ മാഡം പ്ലീസ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു സിനാരിയോ, പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ നമ്മളെ വിളിച്ച് ചോദിക്കും, നമ്മൾ ലാബിൽ നിന്ന് റിസൾട്ട് കളക്ട് ചെയ്തു, ലാബിലെ ചേച്ചി പറഞ്ഞു ഇതിനകത്ത് പസൽസ് ഉണ്ട്, പഴുപ്പുണ്ട്, ഡോക്ടറെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലകത്ത് നമ്മൾ ആദ്യമേ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ ആൻഡ് സിംപ്റ്റമാറ്റിക്. അസിംപ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംറ്റവും ഇല്ലെങ്കിൽ അവർ ചേച്ചി പറഞ്ഞ ഒരു പ്രശ്നം എങ്ങനെ കൺവിൻസ് ചെയ്യും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സമാധാനക്കേട്.
അതല്ലെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് എനി ആൻറ്റിബയോട്ടിക്. കാരണം എല്ലാ കത്തീറ്റർ ഇട്ടാലും കാണും 10-15 WBC, 3-4 RBC, ഒരു 50-100 എപ്പിത്തീലിയൽ സെൽസ്. ഇതല്ലേ നമ്മൾ എന്നും കാണുന്ന കത്തീറ്ററൈസ്ഡ് പേഷ്യൻറ്റിൻ്റെ യൂറിൻ റൂട്ടീൻ റിപ്പോർട്ട്. ഇതിനെ നമ്മൾ എന്തായാലും ട്രീറ്റ് ചെയ്യില്ല എന്ന് ഇപ്പം മനസ്സിൽ ഉറപ്പിക്കുക. അസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയ നീഡ് നോ ആൻറ്റിബയോട്ടിക്. ഇനി സിംപ്റ്റമാറ്റിക് ആയി നമ്മൾ സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പാരാപ്ലീജിയ പേഷ്യൻ്റ് എങ്ങനെ ഇരിക്കും? എഴുന്നേറ്റിരുന്ന് നമ്മൾ വരുന്നത് നോക്കിയിരിക്കും, ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി അയാളുടെ റൂമും സറൗണ്ടിങ്ങും ഒക്കെ പറ്റാവുന്നത്രയും പറഞ്ഞ് നീറ്റാക്കിയൊക്കെ ഇരിക്കും. ഇനി അങ്ങനെ അല്ലാതെ അയാൾക്ക് മലേസ് എന്ന് വെച്ചാൽ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് സറൗണ്ടിങ്, സംതിങ് ഈസ് റോങ്. ഭക്ഷണം 2 ദിവസമായിട്ട് കഴിക്കുന്നില്ല, വയറ്റിൽ നിന്ന് പോകുന്നത് ശരിയാവുന്നില്ല, മൂത്രം കുറച്ച് വരുന്നതിൻ്റെ അളവ് പിന്നെയും കുറവ്, സാർ പറഞ്ഞ പോലെ ക്യാരക്ടർ ചേഞ്ചസ്, ഇതെല്ലാം വരുമ്പം ദർ ഇസ് സം, പിന്നെ ഫീവർ. ദീസ് ആർ ദ സിംറ്റംസ്. ഇപ്പോൾ സിംറ്റംസ് ഉണ്ട്, ദെൻ യു ഹാവ് ടു ഇൻ്റർവ്യൂ. ഇനി നമ്മൾ ചെല്ലുമ്പം നമ്മൾ സാധാരണ എടുത്ത് കൾച്ചർ കൊടുക്കും. ഇനിയിപ്പോൾ കൾച്ചർ ചെയ്യാനുള്ള ഇൻഡിക്കേഷനായി. ഇനി കൾച്ചർ ചെയ്താൽ യൂഷ്വലി യു ഗെറ്റ് ദ റിസൾട്ട് ഇൻ 48 hours. അതുവരെ എന്ത് ചെയ്യും? അതുവരെ യു ക്യാൻ സ്റ്റാർട്ട്. അഞ്ചു പറഞ്ഞ പോലെ ആക്സസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് നമുക്ക് 2 സേഫ് ഡ്രഗ്സ് ഉണ്ട്. ഒന്ന് നൈട്രോഫ്യൂറൻടോയിൻ ആൻഡ് സെപ്ട്രാൻ. ഈ സെപ്ട്രാൻ ഒന്നും നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. G6PD ഡെഫിഷ്യൻസി അല്ലാതെ ഈ കുട്ടികൾക്കൊക്കെ ഫോർ വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് ഇറ്റ് ഈസ് ഗിവൺ ഫോർ അപ് ടു 6 years. അപ്പം അത്രയും കാലം അവർ കഴിക്കുന്ന ഒരു സേഫ് ആൻറ്റിബയോട്ടിക് ആണ്. യു ക്യാൻ സ്റ്റാർട്ട് ദാറ്റ്. ഇനി കൾച്ചറൽ സെൻസിറ്റീവ് അതുപോലെ വേറൊരു സാധനം നൈട്രോഫ്യൂറൻടോയിൻ 100 mg BD ഇല്ലേ, സെപ്ട്രാൻ DS BD ഒരു 4 to 5 days എഴുതി കൊടുത്തിട്ട് ടെൽ ദം ടു ഫോളോ അപ്പ് ദ കൾച്ചർ റിപ്പോർട്ട്. പറ്റുമെങ്കിൽ നമ്മൾ പോയി കത്തീറ്റർ ചേഞ്ച് ചെയ്ത് പറ്റുമെങ്കിൽ കളക്ട് ദ സാമ്പിൾ ആൻഡ് സെൻഡ് ഫോർ കൾച്ചർ. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് മാറ്റാം. ഇനിയിപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റും, ഒരു IP കെയർ പറ്റുമെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് യു നീഡ് നോട്ട് ഗിവ് ദിസ് നൈട്രോഫ്യൂറൻടോയിൻ ആൻഡ് സെപ്ട്രാൻ. യു ക്യാൻ സ്റ്റാർട്ട് ഓൺ IV ആൻറ്റിബയോട്ടിക്. പ്രിഫേർഡ് ചോയ്സ് ഈസ് പെൻസിലിൻ പ്ലസ് aminoglycoside. Penicillin or the next choice is ഒരു cephalosporin plus aminoglycoside. If it's a third generation cephalosporin like cephalosporin sulbactam ഒക്കെ ആണെങ്കിൽ no need to combine with aminoglycoside. ഇത് സ്റ്റാർട്ട് ചെയ്യാം and change to culture sensitive antibiotic. This is the consent. So for asymptomatic bacteriuria, no antibiotic. For symptomatic bacteriuria, if it's at home, you can start with nitropfurantoin or Septran. If IV is accessible, start with penicillin and aminoglycosides or cephalosporin with aminoglycoside or a third generation cephalosporin. Then change to culture sensitive antibiotic once the culture result is available. പിന്നെ ഒരു കാര്യം നമ്മൾ കോൺസ്റ്റൻ്റ് ആയി യൂസ് ചെയ്യുന്ന ഒരു സാധനം സിപ്രോഫ്ലോക്സാസിനാണ്. ഇപ്പം ഈ പോസ്റ്റ് കോവിഡ് ഈറയിൽ TB ഭയങ്കര കൂടുതലാണ്. മെയിൻലി എക്സ്ട്രാ പൾമിനറി ട്യൂബർക്കുലോസിസ് ഇൻ ദ ഫോം ഓഫ് ലിംഫ് നോഡ് ട്യൂബർക്കുലോസിസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഈ സിപ്രോഫ്ലോക്സാസിൻ ഓൺ അതർ ക്യുനലോൺസ് എല്ലാം ഒരു റിസർവ് ഡ്രഗ് ഫോർ TB ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡ്രഗ് റെസിസ്റ്റൻസ് മിസ്യൂസ് പോലെ വരുന്നത് കൊണ്ട് if the patient is sensitive to penicillin, definitely അയാൾക്ക് സെഫലോസ്പോറിനും ഒരു സെൻസിറ്റിവിറ്റി വരാം because of beta lactam ring. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം യു യൂസ് സിപ്രോഫ്ലോക്സസ്. അതർവൈസ് stick on to cephalosporin and penicillin and aminoglycosides. താങ്ക് യു വെരി മച്ച് മാഡം. നമ്മുടെ ഡോക്യുമെൻറ്റിലൊരു പിന്നെ നമ്മളൊരു ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഒരു എവിഡൻസ് ആയിട്ട് പറയുന്ന അതേ കാര്യങ്ങളാണ് മാഡം ഇപ്പോൾ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ഫോർ ലാക്ക് ഓഫ് ടൈം ഞാനത് വായിക്കുന്നില്ല. നമുക്കത് അവസാനം ഡിസ്കഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്കിതൊരു ടേക്ക് ഹോം എന്ന് വെച്ചാൽ നമ്മൾ ക്വിനലോൺസ് കണ്ണടച്ച് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ സിപ്രോഫ്ലോക്സസിൻ നോർഫ്ലോക്സസിലേക്ക് പോകാതെ നൈട്രോഫ്യൂറൻടോയിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സുനിൽ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, ഈ ഫ്ലൂറോക്വിനലോൺസ് എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. UTI ഉണ്ട്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഡയറിയ ഉണ്ട്, എല്ലാത്തിനും ക്വിനലോൺസ് ആണ് സാധാരണ കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അതിന് റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ട്. സോ അത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ക്വിനലോൺസിൻ്റെ യൂസ് മാറ്റി. ഇപ്പോൾ ഒന്നുകിൽ സെപ്ട്രാൻ അല്ലെങ്കിൽ നൈട്രോഫ്യൂറൻടോയിൻ. സെപ്ട്രാനാണ് ഫസ്റ്റ് ചോയ്സ്. അത് അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നൈട്രോഫ്യൂറൻടോയിൻ. വേറെ എന്തോ ഒരു കാര്യം പറയണ്ടായിരുന്നു, മറന്നുപോയി പെട്ടെന്ന്. ഈ ഫ്ലൂറോക്വിനലോൺസിൻ്റെ വേറൊരു പ്രശ്നം
FDA ഒരു ബ്ലാക്ക് ബോക്സ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ക്യാൻ കോസ് ടെൻഡിനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ, അക്യുലസ് ടെൻഡിനൈറ്റിസും ടെൻഡൻ റപ്ചറൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് എസ്പെഷ്യലി ഓവർ 60 years, അതുപോലെ റീനൽ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് പറയുന്നുണ്ട്. ഇവർക്ക് സ്പെഷ്യലി ഷുഡ് ബി കെയർഫുൾ എന്നാണ്. അപ്പോൾ ഫ്ലൂറോക്വിനോൺസ് ആസ് സച്ച് നമ്മൾ ഒരു യൂസ് ചെയ്യേണ്ട ഒരു ഡ്രഗ് അല്ല. ഇറ്റ് ഷുഡ് ബി ഗിവൺ അക്കോർഡിംഗ് ടു കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. അപ്പം നമ്മൾ ഈ കത്തീഡ്രൽ അസോസിയേറ്റഡ് UTI വരാതിരിക്കാൻ എന്ത് ചെയ്യുന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മെറ്റിക്കുലസ് ബ്ലാഡർ കെയർ ഇസ് നെസസറി ഫോർ പ്രിവെൻഷൻ ഓഫ് കത്തീഡ്രൽ അസോസിയേറ്റഡ് UTI. അപ്പോൾ നമ്മുടെ ശിവേജിക്കാണ് അതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കത്തീഡ്രൽ ഇട്ടു, പിന്നെ നെക്സ്റ്റ് മാസം അവിടെ ചെല്ലുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങൾ ഈ ഫാമിലിക്ക് നമ്മൾ എന്ത് അഡ്വൈസ് കൊടുക്കണം, നമ്മൾ ആദ്യം കത്തീഡ്രൽ ഇടുമ്പോഴും പിന്നെ ഒരു കെയർ അഡ്വൈസ് ചെയ്യുമ്പോഴും ഫാമിലിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശിവേജി. താങ്ക് യു അഞ്ജു. നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് അഞ്ജു പറഞ്ഞ പോലെ തന്നെ നമുക്ക് കത്തീഡ്രൽ എങ്ങനെ ഇടാതിരിക്കാൻ നോക്കാം, അതാണ് ഒരു ഇത് വേണ്ടത്. ഇപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ലൈഫ് ലോങ് ആ പേഷ്യൻ്റ് ആ കത്തീഡ്രലിലേക്ക് തന്നെ പോകുന്നൊരു സിറ്റുവേഷനാണ് വരുന്നത്. ചിലപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആവശ്യത്തിന് വേണ്ടിയായിരിക്കും കത്തീഡ്രൽ ഇട്ടത്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റ് ICU വെച്ച് കത്തീഡ്രലൈസ്ഡ് ആയി, തിരിച്ച് പേഷ്യൻ്റ് വീട്ടിൽ വന്നു, പേഷ്യൻ്റ് ബെറ്ററായി, പക്ഷേ എങ്കിലും പേഷ്യൻ്റ് മൂവ് ചെയ്യാം, പറയാൻ പറ്റും, എല്ലാം ചെയ്യുമെങ്കിൽ പോലും അത് കത്തീഡ്രലിലൂടെ തന്നെ പിന്നെ അങ്ങ് പോകേണ്ട ഒരു സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് റിട്ടൻഷൻ വന്നു ഹോസ്പിറ്റലൈസ് ചെയ്തു, കത്തീഡ്രലൈസേഷൻ ചെയ്തു. പക്ഷേ ആ ഇമ്മീഡിയറ്റ് റിട്ടൻഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ആ പേഷ്യൻറ്റിനെ യൂറിൻ പാസ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റുമോ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കത്തീഡ്രലൈസേഷൻ ഒരു റിട്ടൻഷന് വേണ്ടി കത്തീഡ്രൽ ഇട്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസിൽ കത്തീഡ്രൽ ഇട്ടെങ്കിൽ ആ പേഷ്യൻ്റ് ബെറ്റർ ആയി കഴിഞ്ഞാൽ ആ കത്തീഡ്രൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് അത് വളരെ വലിയൊരു പോയിൻ്റാണ്. സാധാരണ ചിലരൊക്കെ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് നോക്കണം, കത്തീഡ്രൽ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നോക്കണം, പേഷ്യൻ്റ് സെൻസേഷൻ വരുന്നുണ്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ നഴ്സസ് ഹോം വിസിറ്റ് നടക്കുന്നത് അഞ്ചു പറഞ്ഞൊരു കണക്കനുസരിച്ച് 25,000 കത്തീഡ്രലൈസേഷൻ നമ്മൾ വീട്ടിൽ മാസത്തിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ നഴ്സസ് ചെല്ലുന്ന ദിവസം പേഷ്യൻ്റ് ഇൻഫോം ചെയ്യുവാണെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡർ എങ്ങനെ കത്തീഡ്രൽ റിമൂവ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗ് വിളിച്ച് പറഞ്ഞാൽ ഇന്ന സമയത്ത് വരുന്നുണ്ട്, അപ്പോൾ കത്തീഡ്രൽ ഒന്ന് റിമൂവ് ചെയ്തിട്ടുള്ളൂ, ഞാൻ വരുന്ന സമയത്ത് ഇനി യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെൽഫായിട്ട് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തീഡ്രലൈസേഷൻ പിന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിനാണ്. ഒരു കത്തീഡ്രലൈസേഷൻ്റെ മിക്കവാറും ഒരു എൽഡർലി ഒക്കെ ആണെങ്കിൽ അത് ഇൻകോണ്ടിനൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു രോഗിയെക്കാളും കൂടുതൽ ആവശ്യം വീട്ടുകാർക്കാണ്. കാരണം ഒന്ന് അത് ക്ലീൻ ആയിട്ടിരിക്കും, മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ വീട്ടുകാർക്ക് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ വൃത്തിയായിട്ടിരിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ സാധാരണ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു എൽഡർലി അല്ലെങ്കിൽ ഒരു ബെഡ്ഡൻ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ യൂറിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അത് നോക്കുന്ന ഒരു ക്രൈറ്റീരിയയിലേക്ക് പോകും അല്ലേ, നോട്ടം കുറവായതുകൊണ്ടാണ് യൂറിൻ്റെ സ്മെല്ല് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടുകാർ കത്തീഡ്രലൈസേഷന് ശരിക്കും പറഞ്ഞാൽ അവരും ഇതാവുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുവാണെങ്കിൽ പല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം പേഷ്യൻ്റെ അടുത്ത് ഒരു ബെഡ് പാൻ വെക്കുന്നു, അത് ഇടയ്ക്ക് പേഷ്യൻ്റ് യൂറിൻ പാസ് ചെയ്യുന്ന പറയുന്ന സമയത്ത് ബെഡ് പാൻ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കമോഡ് ഉണ്ട്, കമോഡ് വെച്ചിട്ടാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിലേക്ക് കത്തീഡ്രലൈസേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വീട്ടുകാരെ അഡ്വൈസ് ചെയ്യാം. അതോടൊപ്പം ഇപ്പം പിന്നെ എല്ലാവരും പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡയപ്പറും അണ്ടർപാഡും. വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് മാത്രമേ ഡയപ്പറും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ, പക്ഷെ ഇപ്പം വളരെ വൈഡായിട്ട് ഡയപ്പേഴ്സ് എൽഡർലിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബെഡ്ഡൻ പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ അത് വീട്ടുകാരത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഡയപ്പറില്ലാതെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ കത്തീഡ്രലിനേക്കാളും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും ഈ പറഞ്ഞ ഡയപ്പേഴ്സൊക്കെ. നമ്മൾ ഡയപ്പറിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ കത്തീഡ്രൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് കത്തീഡ്രൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആ രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ കത്തീഡ്രലൈസേഷൻ ഇല്ലാതാക്കാം എന്നുള്ളൊരു വലിയ പോയിന്റാണ്. ഇനി അഥവാ കത്തീഡ്രലൈസ് ചെയ്യേണ്ടി വന്നാൽ എന്താണ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കത്തീഡ്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെന്തായാലും സ്റ്റെറൈൽ പ്രൊസീജിയറാണ്. അത് നമുക്ക്
സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ക്ലീൻ പ്രൊസീജിയർ അല്ല. നമ്മൾ പാലിയേറ്റീവ് കെയറിൽ കൂടുതലും വീടുകളിൽ ഇപ്പോൾ ഡ്രസ്സിങ് ആണെങ്കിലും ക്ലീൻ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്. പക്ഷേ കത്തീഡ്രൈസേഷൻ്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല. കത്തീഡ്രൈസേഷൻ സ്റ്റെറൈൽ ഇതായിട്ട് തന്നെയാണ് വീടുകളിൽ ചെയ്യേണ്ടത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ തിളപ്പിച്ച സാധനങ്ങൾ വീട്ടിൽ പോയി ചെയ്യുന്നു, അത് വീട്ടിൽ വെച്ച് പേഷ്യൻ്റെ അടുത്ത് വെച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നമ്മൾ നഴ്സസിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഓരോ പേഷ്യൻറ്റും ഓരോ സ്റ്റെറൈൽ പാക്കായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പേഷ്യൻ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ നഴ്സസിന് നമ്മൾ ഇത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു മാറ്റവും നമുക്ക് വരുത്താതെ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ എല്ലാം നമുക്ക് സ്റ്റെറൈൽ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ സ്റ്റെറൈൽ സാധനം ഉപയോഗിക്കേണ്ട രീതികൾ, ഇപ്പോൾ ഒരു ക്ലീനിങ് തൊട്ട് മുതൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നഴ്സസ് വളരെ കൃത്യമായിട്ട് ബോധേഡായിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാൻ പറ്റുന്നതാണ്. കാരണം എല്ലാ യൂണിറ്റിലും സ്റ്റെറൈലായിട്ടുള്ള ഐറ്റംസ് അവൈലബിൾ ആണോ, അത് പേഷ്യൻ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഹാൻഡ് ഹൈജീൻ, അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട രീതികളെല്ലാം അത് നല്ല രീതിയിൽ ഒരു കത്തീഡ്രൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ, അത് സ്റ്റെറൈലായിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഈ കത്തീഡ്രൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പേഷ്യൻ്റെ ഫാമിലിക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കത്തീഡ്രൽ ഇട്ട് പോരുക എന്നുള്ളത് മാത്രമല്ല, കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക്, മാഡം സിൽസാറൊക്കെ പറഞ്ഞ പോലെ തന്നെ കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേഴ്സ് അവിടെ വിസിറ്റ് ചെയ്യുന്നത് മിക്കവാറും ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഈ 1 മാസം ആ രോഗിയെ നോക്കുന്നതും പരിചരിക്കുന്നതും അവിടെ വീട്ടിലുള്ള ആളുകളായിരിക്കും. അപ്പം അതെങ്ങനെ പരിചരിക്കാം എന്നുള്ളത് അത് വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ക്ലീനിങ്. ആക്ച്വലി ഡെയിലി ക്ലീനിങ് ഇപ്പോൾ പേഷ്യൻറ്റിനെ കുളിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുടപ്പിക്കുന്ന സമയത്തോ പെരിനിയൽ ഏരിയ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സാധാരണ പെരിനിയൽ കെയർ എന്ന് പറയുമ്പോൾ കുറേ ആൻറ്റിസെപ്റ്റിക് ലോഷൻസിൻ്റെ ഒക്കെ പുറകെ നടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഡെയിലി ക്ലീൻ ചെയ്യുന്നത് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. എങ്ങനെയാണോ പേഷ്യൻറ്റിനെ വൃത്തിയാക്കുന്നത് അതേ രീതിയിൽ തന്നെ പെരിനിയൽ ഏരിയയും നല്ല രീതിയിൽ സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് തുടപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എത്ര സമയത്തിനുള്ളിൽ യൂറിൻ റേഞ്ച് ബാഗിൽ വന്നിട്ട്, ഇപ്പോൾ ചിലരുണ്ടാവും ഒരു ഫുൾ ബാഗ് വന്നിട്ട് യൂറിൻ അറിയുമ്പോഴാണ് ബാഗിൽ നിന്ന് യൂറിൻ എടുത്ത് പോകും. അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയ കോളനൈസേഷൻ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ചില സമയത്ത് അത് ബക്കറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇത്, അതുപോലെ നിലത്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എത്ര സമയം കൂടുമ്പം ഈ യൂറിൻ എടുത്ത് മാറ്റും. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബാക്ടീരിയ കോളനൈസേഷൻ ഒക്കെ ഇല്ലാതിരിക്കാൻ ശരിക്കും ഒരു 2 to 3 hours യൂറിൻ എടുത്ത് മാറ്റുക എന്നുള്ളത്. പക്ഷേ അത് പ്രാക്ടിക്കലി വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ബാഗിലൊരു 1/3 ആകുമ്പോഴത്തേക്കും യൂറിൻ എടുത്ത് മാറ്റുക. അതുപോലെ തന്നെ നൈറ്റിൽ മുഴുവൻ യൂറിൻ ഇരുന്നിട്ട് രാവിലെ അത് ബാഗ് നിറയാൻ വേണ്ടി കാത്തിരുന്നിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ യൂറിൻ എടുത്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ആ രീതി അത് മാറ്റുക. നമുക്കൊരു യൂറിൻ ഒരു ബാഗിനകത്ത് നമുക്കൊരു ഉണ്ടാക്കേണ്ട ഒരു സംബന്ധിച്ചാൽ ബാഗിനകത്ത് ഒരു 1/3 ഒക്കെ ആകുമ്പോഴത്തേക്കും ബാഗിൽ ചെയ്യുക. അല്ലെങ്കിൽ 2 to 3 hours കൂടുമ്പോഴെങ്കിലും യൂറിൻ ഒഴിവാക്കിയെടുക്കുക. പിന്നെ എപ്പോഴാണെങ്കിലും ബാഗ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ലോവർ സൈഡിൽ കട്ടിലിൻ്റെ താഴെ തന്നെ കെട്ടിയിടുക. അത് എപ്പോഴാണെങ്കിലും അത് യൂറിൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാഗ് എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു കത്തീഡ്രൽ നമുക്കറിയാം, ബാഗും കത്തീഡ്രലും രണ്ട് ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 1 piece മോഡലായിട്ടാണ് കരുതുന്നത്. അതായത് ബാഗും അതുപോലെ തന്നെ കത്തീഡ്രലും ഒരിക്കലും ഡിസ്കണക്ട് ചെയ്തിടാൻ പാടില്ല. ഇപ്പോൾ ചില വീട്ടുകാർ എഴുന്നേറ്റ് നടക്കുന്ന പേഷ്യൻ്റൊക്കെയാണ് ഈ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കത്തീഡ്രൽ അവർക്ക് എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് കത്തീഡ്രലിൽ നിന്ന് ബാഗ് ഒഴിവാക്കി ബാഗ് അവിടെ ആ ബെഡിൽ തന്നെ കെട്ടി വെച്ചിട്ട് നടന്നിട്ട് പോകും. തിരിച്ചു വന്നിട്ട് ആ ബാഗിലോട്ട് ഈ കത്തീഡ്രൽ കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡിൽ നിന്നുള്ള ഇൻഫെക്ഷൻസും സാധ്യതയുണ്ട്. അപ്പോൾ കത്തീഡ്രൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ക്ലോസ് സിസ്റ്റമാണ്. അത് ബാഗും കത്തീഡ്രലും കണക്ട് ചെയ്ത് വെക്കുക. ഇനി എഴുന്നേറ്റ് നടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവരോട് പറയുക ബാഗ് തൊടയുടെ ഭാഗത്ത് കെട്ടി വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു കൾച്ചർ സെൻസിറ്റിവിറ്റി എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഓർഗാനിസം വരുന്ന ഈക്കോളയാണ്. ഈക്കോള ഉണ്ടാവുന്നത് നമുക്കറിയാം മോഷനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കത്തീഡ്രൈസ്ഡ് പേഷ്യൻസിൻ്റെ ബവലിൻ്റെ കാര്യത്തിൽ റെഗുലറായിട്ടുള്ള ബവൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ കത്തീഡ്രൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി ഇപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നത് വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. ആക്ച്വലി പോകുന്നുണ്ടെന്ന് പറയുന്നത് ആരായിരിക്കും? പേഷ്യൻ്റ് മിക്കവാറും ആയിരിക്കില്ല പറയുന്നത്, ബൈസ്റ്റാൻഡർ ആയിരിക്കും വയറ്റിൽ പോകുന്നുണ്ട്. പോകുന്നത് പക്ഷേ വളരെ കുറച്ച് അളവിലായിരിക്കും പോകുന്നത്. പക്ഷേ എന്നാലും ബവൽ അവിടെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ
ഡെയിലി ബവൽ കെയർ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ ഓറലി ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ റക്ടൽ മെഷേഴ്സിൽ എന്തെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ റെഗുലർ ബവൽ മൂവ്മെൻറ്റ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഇത് വീട്ടുകാരെ എടുത്ത് നമുക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് റെഗുലർ ബവൽ മൂവ്മെൻറ്റ് കത്തീഡ്രൈസ്ഡ് പേഷ്യൻ്റ് എന്നുള്ളത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ വിസിറ്റ് ചെല്ലുമ്പോഴും, നമ്മുടെ നഴ്സസിനൊക്കെ ആണെങ്കിൽ ഓരോ വിസിറ്റ് ചെല്ലുമ്പോഴും അവരോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബവൽ മൂവ്മെൻറ്റ്സ്. ഒരു പേഷ്യൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത പോകേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാറ്റാതെ കൊണ്ട് നമ്മൾ എത്ര ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും അവിടെ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ലീക്കിംഗ് ഒക്കെ ഇതിൻ്റെ കാരണമാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമുക്കറിയാം ഒരു എൽഡർലി അല്ലെങ്കിൽ ഒരു ബെഡഡ് പേഷ്യനോട് വെള്ളം കുടിക്കാൻ നമ്മൾ പറഞ്ഞു ചോദിച്ചാൽ എത്രമാത്രം വെള്ളം അവരുടെ ഉള്ളിൽ ചെല്ലും എന്നുള്ളത്. മിക്കവാറും അവരൊക്കെ വളരെ എന്താ പറയുക, വളരെ കുറച്ച് വെള്ളം മാത്രം വേണ്ട, അല്ലെങ്കിൽ ചില വീട്ടുകാർ വെള്ളം കണ്ടില്ല മതി വേണ്ട, പിന്നെ അതിനകത്ത് ഇതുമില്ല. അപ്പോൾ കഴിയുന്നത്ര അവർക്ക് പറ്റുന്നത്ര വെള്ളം, പ്ലെന്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ് നമ്മൾ ഇത് ചെയ്യാൻ പറയുക. പിന്നെ അപ്പോൾ ബവൽ കെയർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ ബെഡിൽ ഇപ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ചിങ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വെച്ചാൽ അതുപോലെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നതും അണ്ടർപാഡ് യൂസ് ചെയ്യുന്നതും. അപ്പോൾ കത്തീഡ്രൽ ഇട്ട് കിടക്കുന്ന പേഷ്യൻറ്റിനും ഡയപ്പേഴ്സ് വളരെയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് അപ്പോഴും ബവൽ പ്രശ്നമാണ്. ഇപ്പോൾ കത്തീഡ്രൽ മാത്രമേ നമുക്ക് ട്യൂബിലോട്ട് പോരാൻ പറ്റുള്ളൂ, ബവൽ ഇതായതുകൊണ്ട് അത് ഉണ്ടാവും. അപ്പോൾ ഈ ഡയപ്പറിൽ വന്ന് മോശം വന്ന് നിറഞ്ഞിരിക്കുമ്പോഴും ഈ പറഞ്ഞ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കത്തീഡ്രലിൻ്റെ ഇപ്പോൾ കുളിപ്പിക്കുന്ന ഭാഗത്ത് തന്നെ കത്തീഡ്രലിൻ്റെ ആ ഏരിയ ക്ലീൻ ചെയ്യുന്ന കാര്യം, ഏരിയ എന്ന് വെച്ചാൽ കത്തീഡ്രൽ ക്ലീൻ ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും ഇപ്പോൾ മോഷനൊക്കെ പോയി കഴിഞ്ഞാലും ആ കത്തീഡ്രൽ ജസ്റ്റ് നമ്മൾ ആ വൈപ്പ് ചെയ്യുന്ന തുണി കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡെയിലി കെയറിൽ ഇത്രയും കാര്യങ്ങൾ അവരുടെ അടുത്ത് മസ്റ്റായിട്ടും ചെയ്തു കൊടുക്കാൻ പറയുക. അതുപോലെ തന്നെ ഇത് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വീട്ടുകാരെ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കത്തീഡ്രൽ ഇടുന്ന സമയത്തും ഇട്ട് കിടക്കുന്ന സമയത്തും ഉള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, നമ്മൾ കൂടുതലായിട്ടും പോളിസ് കത്തീഡ്രൽ ഉപയോഗിക്കുന്നത് ലാറ്റക്സ് കത്തീഡ്രൽസാണ് അല്ലേ. ലാറ്റക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സിലിക്കൺ വളരെ റെയർ ആയിട്ട്, ഇപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് യൂസ് ചെയ്യുന്നത് സിലിക്കൺ കത്തീഡ്രൽസ്. അപ്പോൾ സിലിക്കൺ കത്തീഡ്രൽസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 3 months ഡ്യൂറേഷനിലാണ് സിലിക്കൺ കത്തീഡ്രൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ ലാറ്റക്സ് കത്തീഡ്രൽസ് ഒക്കെ ആണെങ്കിൽ ശരിക്കും മന്ത്ലി തന്നെ, അല്ലെങ്കിൽ ഒരു 3 weeks to 4 weeksലൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി കുറയ്ക്കാൻ പറ്റും സിലിക്കൺ കത്തീഡ്രലിലൂടെ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സിലിക്കൺ കത്തീഡ്രലിലേക്ക് മാറ്റിക്കൂടാ? അപ്പോൾ ഒരു ലോങ് ടൈം കത്തീഡ്രലൈസേഷൻ ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിൽ ഒരു സിലിക്കൺ കത്തീഡ്രലിലേക്ക് മാറ്റിക്കൂടാ. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് 2 കാര്യങ്ങളാണ് സിലിക്കൺ കത്തീഡ്രലിലേക്ക് മാറ്റുമ്പോൾ പറഞ്ഞത്. ഒന്ന്, 3 months കൂടുമ്പോഴാണ് സാധാരണ സിലിക്കൺ കത്തീഡ്രൽ മാറ്റുന്നത്. അപ്പോൾ ഈ പേഷ്യൻ്റെ അടുത്ത് ഒരു 3 മാസം കൂടുമ്പോഴായിരിക്കും പിന്നെ ഹോം വിസിറ്റ് അവിടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പം നമ്മുടെ ഇത് മാറി, നമ്മൾ ബെഡിനായിട്ടുള്ള കിടക്കാൻ അല്ലെങ്കിൽ കട്ടിൽ നിന്നേക്കാൻ വരെ സഹായം ആവശ്യമുള്ള എല്ലാ രോഗികളുടെ അടുത്ത് മാസത്തിൽ ഒരിക്കൽ എത്തണം എന്നുള്ളൊരു ഇത് വന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഇതില്ല. രണ്ടാമത്തെ കാര്യം, കോസ്റ്റ് ഭയങ്കര കൂടുതലാണെന്നുള്ള. സിലിക്കൺ കത്തീഡ്രൽ അത്ര കോസ്റ്റിൽ അല്ല നിലവിൽ. നമ്മൾ 3 മാസം ഓരോ 3 കത്തീഡ്രലിൻ്റെ അത്രയും വില പോലും നമ്മുടെ സിലിക്കൺ കത്തീഡ്രലിൽ വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, അതിനകത്തേക്ക് മാറ്റണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ചില ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ, അതായത് ബീറ്റാഡിൻ ലോഷനൊക്കെ വെച്ചിട്ട് പെരിനിയവും പിന്നെ കത്തീഡ്രലും ക്ലീൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. ശരിക്കും നമ്മൾ എവിഡൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എവിഡൻസ് പറയുന്നത്. നമ്മൾ നമ്മുടെ ഹോം കെയറിൽ അങ്ങനെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്, നമ്മൾ നഴ്സസിനെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ നമ്മൾ അതായത് കത്തീഡ്രൽ ഇടുന്ന സമയത്ത് മാത്രമാണ് ബെറ്റാഡിൻ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. വേറെ ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിക്കുക. പിന്നെ വീട്ടുകാർ ചില സമയത്തുണ്ട്, അപ്പോൾ ബെഡഡ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ തുടപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ, മേല് തുടപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഡെറ്റോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. ആ ഏരിയയിൽ ഡെറ്റോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഡെറ്റോൾ ഭയങ്കര നമുക്ക് സ്കിന്നിന് ഭയങ്കര അലർജിക്കാണ്. അതുകൊണ്ട് ഡെറ്റോളിൻ്റെ ആവശ്യമില്ല. വെറും സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ കത്തീഡ്രൽ കെയറിനകത്ത് വീട്ടുകാരെ അഡ്വൈസ് ചെയ്യും. ഫൈസൽ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ കത്തീഡ്രൈസേഷൻ ഈ പ്രൊസീജിയർ, നമ്മൾ ഈ ജനറൽ കത്തീഡ്രൈസേഷൻ ഈ NGO മേഖലയിലാണെങ്കിലും ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും വളരെ വൈഡായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ചുള്ള പേഷ്യൻസിൻ്റെയും സൊസൈറ്റിയുടെയും പൊതുവേ ഉള്ളൊരു ഒരു മനോഭാവത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിലും, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം,
ഒന്ന് ഒരുവിധം കഴിയെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കണം. പോളീസ് കത്തീഡ്രൽ പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പാരാപ്ലീജിയ പേഷ്യൻസ് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാര്യമായിട്ട് അവർ പറയണത്, ഒരു പോളീസ് കത്തീഡ്രൽ ഒരു പേഷ്യൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ഒരിക്കൽ പോലും അയാൾക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മുടെ ഒരു ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രൽ ഇട്ട പോലെയോ അല്ലെങ്കിൽ SPC ഇട്ട പോലെയൊന്നും അല്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവർക്ക്. അവർ കിടക്കുന്ന കട്ടിലിൽ നിന്നാണെങ്കിലും ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഇതുമായിട്ട് നടക്കാനും അവരുടെ യാത്രയും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പല പേഷ്യൻസും പറഞ്ഞുള്ള കാര്യം പോളീസ് കത്തീഡ്രലിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ യാത്രയ്ക്ക് ചില ആളുകൾ സ്വയം തൊഴിൽ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇവർക്ക് ഇതും വെച്ചുകൊണ്ട് യാത്ര ചെയ്യാം. വീൽ ചെയറിലാണെങ്കിലും അവരുടെ മുച്ചക്ര മോട്ടോർ സൈക്കിളിലാണെങ്കിലും ഒക്കെ ഇത് വെച്ച് പോകുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതിങ്ങനെ കാണുമ്പോൾ അവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടെന്ന് പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറം ചില പേഷ്യൻസ് പറഞ്ഞുള്ള കാര്യം, പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ള അത്ര ഏജ്ഡ് അല്ലാത്ത പേഷ്യൻസ് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ സെക്ഷൽ കോണ്ടാക്ട് ചെയ്ത് വലിയ ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ഇതൊന്ന് മാറ്റി തന്നാൽ, ഇപ്പോൾ മലപ്പുറത്തിൻ്റെ സാഹചര്യം പറയുകയാണെങ്കിൽ നമ്മൾ 2010 മലപ്പുറത്ത് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഇങ്ങനെ പാരാപ്ലീജിയ പേഷ്യൻസിൻ്റെ കത്തീഡ്രലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയിൽ ഈ പറഞ്ഞ ഏജ് കാറ്റഗറിയിൽപ്പെട്ട മാരീഡ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞതിലൊരു പ്രധാന കാര്യം ഈ പോളീസ് കത്തീഡ്രൽ ഇട്ടതുകൊണ്ടുള്ള ഒരു സെക്ഷൽ കോണ്ടാക്ട് ചെയ്യുന്ന അവർക്കുള്ളൊരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനും ഇതൊരു വലിയ ബേർഡൻ തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയുള്ളൊരു കാര്യം. കാരണം ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ബേർഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു പ്രധാന ഒരു ചർച്ചാ വിഷയം തന്നെയാണ് പല സമയങ്ങളിലും നമ്മുടെ CMEകളിലൊക്കെ വന്നിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് എല്ലാ സമയവും മൂത്രം നിറയുന്നു, അതെടുത്തുകൊണ്ട് ഒഴിവാക്കുന്നു, അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട്. നേരത്തെ ഷിബേച്ച് പറഞ്ഞ കാര്യം, അതിൻ്റെ കെയറിൻ്റെ കാര്യത്തിലൊക്കെ ബൈസ്റ്റാൻഡേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രലിൻ്റെ കാര്യത്തിൽ പേഷ്യൻസിനെ നമ്മളത് അഡ്വൈസ് ചെയ്തിട്ട് ഒരു സമയത്ത് ഇതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ്ഫുള്ളി പറഞ്ഞിട്ടും കുറേ ആളുകൾ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് അവർ പറഞ്ഞ ഇതാണ്, അവർക്ക് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ പോയിട്ട്, പ്രത്യേകിച്ച് പാരാപ്ലീജിയ പേഷ്യൻസൊക്കെ ആണെങ്കിൽ വീൽ ചെയറിലൊന്ന് കയറിയിരുന്ന് പോയിട്ട് സ്വകാര്യമായിട്ട് ഇത് എടുക്കാം. അതേപോലെ തന്നെ ഈ പോളീസ് കത്തീഡ്രൽ ആണെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു സ്വകാര്യത ഇല്ല. പലറ്റിക്കൽ നേഴ്സാണെങ്കിലും മറ്റാളുകളൊക്കെ വന്നിത് മാറ്റുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഒരാൾ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളിങ്ങനെ ഒരു കത്തീഡ്രലായിട്ട് കിടക്കുന്ന ആളാണ്, ഇപ്പുറത്ത് യൂറോ ബാഗ് തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രൽ ആണെങ്കിൽ ഇതവർക്ക് വലിയൊരു കംഫർട്ടാണ്. എന്നാൽ ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രൽ ഏജ്ഡായ ആളുകളും അതേപോലെ ഫീമെയിലും അത് വേണ്ടത്ര പ്രിഫർ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാര്യം അവർ പറഞ്ഞതാണ്, ഞങ്ങൾക്കിത് അതിട്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലേഡീസായ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾക്കിത് പോയിട്ടൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഒരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ പലരും ഒരു മിററിൻ്റെ ഒക്കെ സഹായത്തോടെ ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പോളീസ് കത്തീഡ്രലിനെ ഇട്ട് തന്നാൽ മതി എന്നാണ് പലരും പറയാറുള്ളൊരു കാര്യം. അപ്പോൾ പിന്നൊരു കാര്യമുള്ളത്, ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രലിൻ്റെ കാര്യത്തിൽ പലരും ഇത് സ്റ്റെറിലൈറ്റായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിൽ ചില ആളുകളൊക്കെ എടുത്ത് പിന്നെ അത് വേണ്ടത്ര ഒന്നും ശ്രദ്ധിക്കാതെ പല സ്ഥലങ്ങളിലും സ്റ്റെറൈലൊന്നും അല്ലാതെ ഇട്ട് വെച്ച് ചെയ്യുന്ന കാര്യം പലർക്കും ഇൻഫെക്ഷൻ ഉണ്ട്. പല ആളുകളും അങ്ങനെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് എടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് വൃത്തിയാക്കിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല വൃത്തിയാക്കിയിട്ടൊരു അയണൊക്കെ ചെയ്തിട്ടുള്ളൊരു തുണിക്കകത്ത് വെച്ച് കെട്ടി വെക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് അവരത് സ്റ്റെറൈൽ. അപ്പോൾ അതിൻ്റെ ഒരു മറ്റു സയൻറ്റിഫിക് വശങ്ങൾ വേറെ ആലോചിക്കേണ്ടതാണ്. അതൊരു സിംഗിൾ യൂസ് മെറ്റീരിയലാണ് നമുക്കറിയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീമെയിലായിട്ടുള്ള പാരാപ്ലീജിയ പേഷ്യൻസ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രലിന് പകരം ഈ കുട്ടികൾക്കുള്ള ഫീഡിങ് ട്യൂബ് അത് കുറച്ചുകൂടെ ലെങ്തിയാണ്, അതുപയോഗിച്ചും ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂറിൻ എടുക്കുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രലിന് പകരം അത് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഓരോ പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും അവർക്ക് ഏതാണോ കുറച്ചുകൂടെ കംഫർട്ട് തോന്നിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് സയൻറ്റിഫിക്കായിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ
നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രൽ കാര്യത്തിലാണെങ്കിലും അതേപോലെ SVCൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലൊക്കെ, പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രലിൻ്റെ കാര്യത്തിൽ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, യാത്രയാകുമ്പോൾ കോണ്ടം കത്തീഡ്രൽ അവർക്ക് പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് കോണ്ടം കത്തീഡ്രൽ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിത് പലപ്പോഴും യൂറിൻ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഇവരുടെ ഒരു മൂവ്മെൻറ്റിനെ ഇത് വല്ലാണ്ട്, പോലീസ് കത്തീഡ്രൽ ഇവരുടെ മൂവ്മെൻറ്റിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ടാക്കുന്നുണ്ട്. പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ബേർഡൻ, ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ പേഷ്യൻസിൻ്റെ കാര്യത്തിലും ഈ ഇൻ്റർമീഡിയറ്റ് കത്തീഡ്രലും അതേപോലെ തന്നെ SVCൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഉദാഹരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ നമുക്ക് കുറച്ചൊരു നമ്മൾ റണ്ണിങ് ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഞാൻ പറയുന്നൊരു വീണ്ടും പറയുന്ന കാര്യം, നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള ഈ ഡോക്യുമെൻറ്റ് നിങ്ങളെല്ലാവരും നോക്കുക. അത് ഇപ്പം അല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് നമുക്കത് വീണ്ടും ഒത്തിരി റിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ശിവചേച്ചി പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് 2 കാര്യം, ഒന്ന് ബ്ലാഡർ വാഷും പ്രൊഫൈലാക്റ്റിക് ആൻറ്റിബയോട്ടിക്കും, ഇത് രണ്ടും നമ്മൾ ചെയ്യണോ വേണ്ടേന്ന് പലപ്പോഴും ചിന്ത വരുന്ന 2 കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അതോടൊപ്പം തന്നെ റിക്കറൻറ്റ് UTI, നമ്മൾ ഒരു റിക്കറൻറ്റ് കത്തീഡ്രൽ അസോസിയേറ്റഡ് UTI എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം സാധാരണ ഒരു CME ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ തോൽപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ, പിന്നെയും നമ്മൾ ഇപ്പോൾ ബൗൾ കെയർ നോക്കുന്നു, ബാക്കിയെല്ലാം ചെയ്യുന്നു, എന്നിട്ട് പിന്നെയും പേഷ്യൻറ്റിന് കത്തീഡ്രൽ അസോസിയേറ്റഡ് UTI വരുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് കുറേ ദിവസം സിപ്ലോക്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സുനിൽ സാറോട് ചോദിക്കാനുള്ളത്, ഒരു റിക്കറൻറ്റ് കത്തീഡ്രൽ അസോസിയേറ്റഡ് UTI നമ്മളെങ്ങനെ ആണ് മാനേജ് ചെയ്യേണ്ടത്? അപ്പോൾ അതിലും അല്ല, നോർമൽ ഒരു പ്രാവശ്യം വരുന്ന ഒരു കത്തീഡ്രൽ അസോസിയേറ്റഡ് UTIയിലാണെങ്കിലും ഈ ബ്ലാഡർ വാഷിനും നമ്മുടെ ബ്ലാഡർ ഇറിഗേഷൻ, അതിന് നമ്മൾ ലിറ്ററേച്ചറൊക്കെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു എവിഡൻസ് ഒന്നും ബ്ലാഡർ ഇറിഗേഷന് എന്നുവെച്ചാൽ ലിമിറ്റഡ് എവിഡൻസ് ചെയ്ത സ്റ്റഡീസൊക്കെ വളരെ കുറവായിട്ടാണ് കാണുക. അപ്പോൾ ബ്ലാഡർ ഇറിഗേഷനിലും അതുപോലെ പ്രൊഫൈലാറ്റിക് ആയിട്ട് നമ്മൾ നിലവിൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിനുള്ള സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഞങ്ങളെങ്ങനെ ചെയ്യണമെന്നുള്ളത് പറയാം, നമ്മുടെ പ്രാക്ടീസ് പറയാം. നമ്മളിപ്പോൾ മേ ബി ഒരു 3-4 ഇയേഴ്സായിട്ട് കത്തീറ്റർ ഇറിഗേഷൻ കൊടുക്കാറില്ല. ഇത് നമ്മൾ നേരത്തെ ഷീബ പറഞ്ഞു, നമ്മൾ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോസ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അത് ഓപ്പൺ ചെയ്യുമ്പോഴും കൂടുതൽ ചാൻസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഇൻഫെക്ഷനാണ്. അപ്പം ഞങ്ങൾ ആ ഒരു പ്രാക്ടീസ് കുറേ കാലമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില പേഷ്യൻസ് കത്തീറ്റർ ബ്ലോക്കാണ്, പേഷ്യൻറ്റിന് ഇനി ഒരു ഫ്യൂ ഡേയ്സേ ജീവിക്കാനുള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളൊരു പക്ഷേ കത്തീറ്റർ ഇറിഗേഷൻ സാധാരണ നോർമൽ സലൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഐസോട്ടോണിക് ആയ കാരണം അതിന് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർമൽ സലൈനാണ് സാധാരണ രീതിയിൽ പറയുന്നത്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ലിറ്ററേച്ചർ നോക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റഡി കണ്ടത് ടാപ്പ് വാട്ടർ വെച്ചിട്ട് ഇറിഗേഷൻ കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റഡിയിൽ പറയുന്നത്, അതെനിക്ക് തോന്നുന്നു ഒരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ആയതുകൊണ്ടായിരുന്നു, എനിക്ക് മുഴുവൻ വായിച്ചു നോക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ പറയുന്നത് ഇൻഫെക്ഷൻ റേറ്റ് വളരെയധികം കുറഞ്ഞതാണ് പറയുന്നത് ടാപ്പ് വാട്ടർ വെച്ച് കൊടുത്തിട്ട്. പക്ഷെ അത് ഇത് എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ആ ആർട്ടിക്കിൾ എനിക്ക് കൂടുതൽ വായിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഞാൻ വായിച്ചപ്പോൾ കണ്ടു. അപ്പോൾ എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ പ്രാക്ടീസ് എന്താണെന്ന്. അപ്പോൾ കാരണം ഇതൊരു കോൺട്രവേഴ്സ്യൽ ഏരിയ, കാരണം ഇതിന് ഡെഫിനറ്റ്ലി ഇന്നത് ചെയ്യണം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ നമ്മൾ കഴിയാവുന്നതും ഇൻഫെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി ബ്ലാഡർ വാഷ് കൊടുക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. അതിനും എത്രത്തോളം എവിഡൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഇപ്പോൾ
സാധാരണ രീതിയിൽ പറയുന്നത് ഇങ്ങനെ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ചില ആൾക്കാർ 3 to 6 months വരെയൊക്കെ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കും. സാധാരണ രീതിയിൽ സെപ്ട്രാനോ നൈട്രോഫെറോണ്ടോയിനോ ലോ ഡോസിൽ 1 ഡെയിലി വെച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതും എത്രത്തോളം അതിന് എവിഡൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പം ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടത്, ഇങ്ങനെ റിക്കറൻറ്റ് UTI വരുന്ന പേഷ്യൻസിന് അമിനോഗ്ലൈക്കോസൈഡ്സ് ഇൻട്രാവെസിക്കൽ ഇൻസ്റ്റിൽ ചെയ്യുന്നത് അത് മാത്രം എവിഡൻസ് ഉണ്ടെന്ന് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് മേ ബി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിലിരിക്കുന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മേ ബി നമ്മൾ പരീക്ഷിച്ച് നോക്കായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് ഇത്രയും പറയാനോ. മഞ്ജു മാഡത്തിന് ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? ബ്ലാഡർ ഇറിഗേഷനോ അല്ലെങ്കിൽ അതായത് ഈ ഒരു 2 കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴെല്ലാം ഒരു ഭയങ്കര വേരിയിങ് ഒപ്പീനിയൻ വന്നതാണ്. ചില യൂറോളജിസ്റ്റുകൾ തന്നെ 2 months 3 months ഒക്കെ ഒരു ലോ ഡോസിൽ മിക്കവാറും ആക്സസ് ക്ലാസ്സിലുള്ള ആൻറ്റിബയോട്ടിക് തന്നെ കൊടുക്കാൻ പറയുന്നത് കൊണ്ട് നമ്മളും അന്ന് കൊടുത്തോ എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മാഡത്തിൻ്റെ അതിന് ഒരു ഇതെന്താണ്? യൂറോസെപ്സിസ് വരാൻ സാധ്യതയുള്ള പേഷ്യൻസിന് മാത്രമാണ് പ്രൊഫൈലാക്സിസ് ഒരു യൂറോളജിസ്റ്റും കൊടുക്കാൻ പറയുന്നുള്ളൂ. യൂറോസെപ്സിസ് വരാൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നെക്സ്റ്റ് 2 or 3 weeks എന്തെങ്കിലും ഒരു പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രൊഫൈലാറ്റിക് ആൻറ്റിബയോട്ടിക്. അതും നോർമൽ ഡോസിലല്ല, ലോ ഡോസിലാണ് കൊടുക്കുന്നത് ഫോർ എ ലോങ് ഡ്യൂറേഷൻ. ഇപ്പം എല്ലാവരും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ളത് കൊണ്ട് സ്ട്രിക്ട്ലി നോ പറയുകയാണ്. ഓക്കെ മാഡം, എൻ്റെ കൂടെ ഒരു കാര്യം എനിക്ക് പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് എല്ലാത്തിലും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത്രയും നേരത്തെ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ കാത്തീറ്ററൈസേഷൻ ഒരു പ്രോബ്ലമാറ്റിക് പ്രൊസീജിയർ തന്നെയാണ്. അത് സൈറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ പേഷ്യൻറ്റിനെ ഒരു കട്ടിലേക്ക് കെട്ടിയിടുന്ന ഒരു കയറാണ് ഒരു കാത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് സുപ്രാപുബിക് കാത്തീറ്ററൈസേഷൻ. നമ്മൾ പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ ഒരു ആസ് എ സർജൻ മാഡത്തിന് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. ഒരു 2-3 നമ്മുടെ ഡൗട്ട്സ് എന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊസീജിയർ ഒരു യൂറോളജിസ്റ്റ് മാത്രമാണോ ചെയ്യുക? അത് ഏതൊക്കെ പേഷ്യൻ്റ് അഡ്വൈസ്ഡ് ആണ്? ഇനി ചെയ്തൊരു പേഷ്യൻ്റ്, ഒരു സുപ്രാപുബിക് കാത്തീറ്റർ ഉള്ള ഒരു പേഷ്യൻറ്റിന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിനെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് മാഡം ഒന്ന് സംസാരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂറോളജിസ്റ്റ് തന്നെ വേണം. എനിക്ക് തോന്നുന്നു സർജൻ ഇസ് സഫീഷ്യൻറ്റ്. ഇപ്പം നമ്മളിത് ICD ഒക്കെ ഇടുന്ന പോലെ ഒരു എമർജൻസി പ്രൊസീജിയറായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് നേഴ്സുമാരെ, കമ്മ്യൂണിറ്റി നേഴ്സിനെ ട്രെയിൻ ചെയ്ത് വീട്ടിൽ വിട്ട് കത്തീറ്റർ ഇടാൻ പറ്റുമെങ്കിൽ എത്ര സർജന്മാരെ നമുക്ക് MBBSകാരെ കൊണ്ട് ഇടാൻ പറ്റും? ഈ ട്രെയിനിങ് അത്രയേ ആവശ്യമുള്ളൂ. എനിക്ക് തോന്നുന്നത് പറ്റുമെന്നാണ്. അതിനൊരു യൂറോളജിസ്റ്റിൻ്റെ അത്യാവശ്യം. യൂറോളജിസ്റ്റ് എന്തായാലും വേണ്ട, സർജൻ ഇസ് സഫീഷ്യൻറ്റ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത്? ഏതൊക്കെ പേഷ്യൻസിന് നമുക്ക് അഡ്വൈസ് ചെയ്യാം? അങ്ങനെ ഏതെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓൾറെഡി ഓപ്പറേറ്റഡ് അബ്ഡമൻ ആണെങ്കിൽ, ലാപ്രോട്ടമി പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാതിരിക്കുക. എന്നാലും സേഫ് ഹാൻഡ്സിൽ ഒരു സർജൻ ആദ്യം ഇട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിറ്റി നേഴ്സിന് അത് ചേഞ്ച് ചെയ്യാൻ ഇപ്പം എനിക്കത് ട്രെയിനിങ് ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. 2 പ്രശ്നമാണ് അതിനകത്ത് ഒന്ന് കാണുന്നത്. ഒന്ന്, നമ്മൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് യു ഇൻട്രൊഡ്യൂസ് ദ കത്തീറ്റർ ടിൽ ദ ഫ്രോങ്, ആ പ്രോൺസ് വരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വെയിറ്റ് ഫോർ ദ യൂറിൻ ടു കം ആൻഡ് ദെൻ ഇൻഫ്ലേറ്റ് തന്നെ. ഈ ഒരു സിനാരിയോ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് ഈ ലെങ്ത് ഒരു ബുദ്ധിമുട്ടാണ്. അതിനെനിക്കിത് മനസ്സിലായിട്ടുള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും നമ്മുടെ കൈ, സർജൻസ് എല്ലാവരും അവരുടെ കൈ മെഷർ ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്നത് കേട്ടിട്ടില്ലേ, സർജൻ PR ചെയ്തിട്ട് 3 centimeter ലോങ്, 4 centimeter ലോങ് ഒക്കെ. അതുപോലെ നമുക്ക് നമ്മുടെ കൈ മെഷർ ചെയ്യാം. അത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ ഒരു കത്തീറ്റർ ഊരണമല്ലോ. ഊരി കഴിയുമ്പോൾ ഇത് എത്ര ലെങ്ത് ഉള്ളിൽ പോയിട്ടുണ്ട്, അത്രയും ലെങ്ത്തും പിന്നെ ഒരു 2 centimeter ഉള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷൻ. പിന്നുള്ളത് നമ്മൾ ഒന്നിക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറയുക. ഇപ്പോൾ ബ്ലാഡറിനകത്ത് ഫ്ലൂയിഡ് കാണും, എന്നാലല്ലേ ഫ്ലൂയിഡ് വന്നാലല്ലേ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ. അതല്ല, മറന്നുപോയി നമ്മൾ ചെല്ലുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ആ കത്തീറ്ററിനകത്തൂടെ ഒരു 100 ml NS അങ്ങോട്ട് ഇട്ടിട്ട് കത്തീറ്റർ റിമൂവ് ചെയ്ത് കത്തീറ്റർ ഉള്ളിലിട്ട് വെയിറ്റ് ഫോർ ദാറ്റ് 100 ml ടു കം ഔട്ട് ആൻഡ് ദെൻ യു ഇൻഫ്ലേറ്റ്. ഇത് അധികം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോസ്റ്റാറ്റിക് യൂറിത്രയിൽ കയറിയിട്ട് അവിടുന്ന് റപ്ചറാവും. ദാറ്റ് ഇസ് ഈ 2 കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ കമ്മ്യൂണിറ്റി നേഴ്സിനെ കൊണ്ട് നമുക്ക് നന്നായിട്ട് അത് ഇടാൻ പഠിപ്പിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരേപോലെ കാര്യമുള്ളൂ. ഒന്ന്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര വരെ, വെയിറ്റ് ദ യൂറിൻ ടു കം, ദെൻ യു ഇൻഫ്ലേറ്റ് ദ ബ്ലാഡർ.
ഈ രണ്ട് കാര്യത്തിലാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്. മറ്റേതുമായിട്ടുള്ളൊരു വ്യത്യാസം അത് മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇത് ഇടാൻ ഒരാരെയെങ്കിലും എന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ സർജന്മാരിടുന്നത് പോലെ ഒരു ടെറിഷറി കെയർ സെൻ്ററിൽ എവിടെയെങ്കിലും ഒരാളെ ഇത് എൻട്രസ്റ്റ് ചെയ്താൽ ഒരു പ്രാവശ്യം ഇനീഷ്യൽ ഇൻസേർഷൻ ഈസ് ടഫ്. പിന്നെ ഈ ചേഞ്ചിങ് എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ തലവേദനയാകുന്നു. ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ടോ മാഡം? നമ്മൾ ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. മറ്റേതുപോലെ നമ്മൾ ഒത്തിരി 10 ml ഓഫ് വേണ്ട, കുറച്ച് മതി. കാരണം നമ്മുടെ യുറീത്രയുടെ ലെങ്ത് 25 centimeter ആൻഡ് ദാറ്റ് അക്കോമഡേറ്റ്സ് നിയർലി 30 ml ഓഫ് വോളിയം. അപ്പോൾ 30 എന്നല്ലേ നമ്മുടെ എല്ലാ ലിഗ്നോക്കയിലും 30 മില്ലി വരുന്നത്. അപ്പോൾ അത്ര ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് 10 എടുത്തിട്ടല്ലേ നമ്മൾ ഇടാൻ പറയുന്നത്. അത്ര ആവശ്യമില്ല, നമുക്ക് ഇത്ര ലെങ്ത് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ കൂടെ എന്തുണ്ട് അതിൻ്റെ പുറത്ത്? ഒരു സ്കിന്നുണ്ട്, ആൻറ്റി റബ്ഡോവൽ വാൾ ഉണ്ട്, ദെൻ യു ആർ ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലാഡർ. ആ ലെങ്ത് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ എത്ര വേണം എന്നുള്ളത് മാത്രം മതി. താങ്ക് യു മാം. ശിവജിക്ക് എന്തെങ്കിലും നമ്മുടെ നഴ്സസ് യൂഷ്വലി SPC ഇപ്പം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അവരതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് വളരെ ഒരു എല്ലാ യൂണിറ്റിലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു SPC ഉണ്ടാവില്ല, വളരെ റെയറായിട്ട് കാണുന്ന പ്രൊസീജിയറാണ്. പക്ഷേ ഉള്ള യൂണിറ്റിലെ കമ്മ്യൂണിറ്റി നേഴ്സസും അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരു സ്കില്ലാണല്ലോ, ഒരു പ്രാവശ്യം കണ്ടാൽ അത് മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ പ്രൊസീജിയറാണ്. ഇപ്പോൾ നമ്മൾ മാഡം പറഞ്ഞ പോലെ തന്നെ മറ്റ് ബൈഫർക്കേഷൻ വരെയൊന്നും കയറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യൂറിൻ വരുന്ന വരെ കയറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇടുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഇത് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വാട്ടർ ഡീഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഊരിപ്പോരുന്നില്ല. അപ്പം അതവിടെ അഡ്ഹറൻസ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഇഷ്യൂ ആയിട്ട് പലരും പറയാറുണ്ട്. പിന്നെ നമ്മൾ ഊരിക്കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഊരിപ്പോയി, കത്തീഡ്രൽ നൈറ്റിൽ ഊരിപ്പോയി, ഇൻ കേസ് ഒരു ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇടാൻ ചെല്ലുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, കാരണം സ്കിന്നാണല്ലോ അത് ഇടാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പം അതിനകത്ത് ഊരുമ്പം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആ കത്തീഡ്രൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇതുള്ളത്. ആ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ അഡ്ഹറൻസ് പോരും, കത്തീഡ്രൽ റിമൂവ് ചെയ്യാന്നുള്ളത്. അത് നമ്മൾ നഴ്സസ് എമർജൻസി ആയിട്ട് കോൾ ചെയ്യാറുണ്ട്, വാട്ടർ ഡീഫ്ലേറ്റ് ചെയ്തു പക്ഷേ കത്തീഡ്രൽ പോരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാം, ജസ്റ്റ് കത്തീഡ്രൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കത്തീഡ്രൽ ഊരി പോരാറുണ്ട്. അതാണ് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. ബാക്കി ഏറ്റവും മറ്റ് നമ്മളെ ഇന്ത്യയിലും കത്തീഡ്രലിനേക്കാളും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ് SPC. ചെയ്യുന്ന നഴ്സസ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അത് ചെയ്തു കൊടുക്കാറുമുണ്ട്. പേഷ്യൻസ് ഫൈസൽ, നമ്മുടെ പേഷ്യൻസിനോട് താല്പര്യപ്പെടുന്നുണ്ടോ SPCൻ്റെ കാര്യത്തിലേ പേഷ്യൻസ് പറയണത് അതിനൊരു ഓപ്പറേഷൻ വേണ്ടതാണ്. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിനൊരു ഓപ്പറേഷനൊക്കെ വേണം, അതുകൊണ്ട് അതൊന്നും ഇനിയിപ്പോൾ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല, അതാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്ന കാര്യം ഇനിയിപ്പോൾ അത് കുറച്ച് ശിവച്ച് നേരത്തെ പറഞ്ഞ പോലെ വളരെ റെയർ ഓഫ് ദ റെയർ ഉള്ളൂ നമ്മുടെ പേഷ്യൻസ് ഉള്ളത്. ഇനി അത് ചെയ്താലും ആ ഭാഗം എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, പലരും പറയാറുണ്ട്. അവിടെ ഇങ്ങനെ മൂത്രമൊക്കെ ആയി ഒരു വയറിൻ്റെ അവിടെ നനഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പറയാം അത് വേണ്ട, ഇപ്പോൾ ഇതിന് ഇങ്ങനെ പോട്ടെ എന്നാണ് പലപ്പോഴും പേഷ്യൻസ് അവരുടെ ഒരു ഇതിൽ പറയുന്നത്. പക്ഷേ മാഡം പറഞ്ഞതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളതും നമുക്ക് നേഴ്സിൻ്റെ കേസിൽ ചെയ്യാൻ പറ്റുന്നതും SPC ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ടൈം അധികരിച്ചത് കൊണ്ട് നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ്. അതിന് വലിയ സമയം എടുക്കാനില്ലെങ്കിലും ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മളിപ്പോൾ ഒരു CME കഴിഞ്ഞ ക്ലാസ് കേട്ട് പോകാന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്കൊരു കോംപ്രിഹെൻസീവായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഒരു 10% പോലും ആളുകൾ ഇന്ന് ഈ റൂമിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് ചെയ്യുന്ന നമ്മളെല്ലാവരും ഒരേ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പേഷ്യൻസിനും നല്ല കെയർ കിട്ടുന്നത്. പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനുള്ളവർക്ക് ഉള്ള അവസരമാണ് സംസാരിക്കാൻ. ഡോക്ടർ അഞ്ജു, ഇൻഡിക്കേഷൻസ് ഒന്ന് പറയാമോ സൂപ്രാപ്യൂബിക് കത്തീഡ്രലൈസേഷൻ്റെ? മാഡം, നമ്മൾ ഇൻഡ്വെല്ലിംഗ് കത്തീഡ്രൽ കാരണമുള്ള എന്ത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പാരപ്ലീജിയ പേഷ്യൻസ്, ലോങ് ടേം കത്തീഡ്രലൈസേഷൻ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. ഇൻ്റർമീഡിയറ്റ് പോസിബിൾ അല്ലാത്ത എല്ലാ പേഷ്യൻറ്റും, ഫീമെയിൽസ്, ഓൾഡ് ഏജ് അങ്ങനെയുള്ള പേഷ്യൻ്റെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് അല്ലേ മാഡം? സൂപ്രാപ്യൂബിക് ഇൻഡിക്കേഷൻസാണ് മാഡം ചോദിച്ചത്. അങ്ങനെ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ കാണുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ ഒരു തരത്തിലും യുറീത്രയിലൂടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തവർ മാത്രമായിരിക്കും ഇപ്പോൾ ആ ഓപ്ഷൻ എടുക്കുന്നത്.
ശരിക്കും പുറത്തൊക്കെ ആണെങ്കിൽ പാരപ്ലീജിയ പേഷ്യൻസ് എല്ലാം ഒരുപാട് പേര് സുപ്രഭാതി കത്തീഡ്രൽ ഇട്ടാണ് പോരാറ്. നമ്മൾ അതിലൊരു വയറിലൊരു നേരത്തെ ഫൈസൽ പറഞ്ഞാണെങ്കിൽ ശരി, ഒരു വയറിലൊരു ഓപ്പറേഷൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു പേഷ്യൻറ്റിനോട് സുപ്രഭാതിക്ക് ഇടേണ്ട ആ ഒരു ഇതിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഇൻ്റർമീഡിയൻറ്റ് പറ്റുമോ നോക്കും. ഇൻ്റർമീഡിയൻറ്റ് പറ്റിയില്ലെങ്കിൽ നിർഭാഗ്യവശാൽ അവർ ഇൻഡോയിലിംഗ് ഇട്ടോട്ടെ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈ പറഞ്ഞ ഷീവ പറഞ്ഞ പോലെ നമ്മൾ ഡയപ്പേഴ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ശരിക്കും റെസിഡ്യൂൽ യൂറിൻ അവിടെ ഉണ്ടായിട്ട് അതിനുള്ള വല്ല പ്രോബ്ലംസ് ഉണ്ടോ, അല്ല ഹൈഡ്രോനെഫ്രോസിസ് അതിനുള്ള ചാൻസസ് കൂടുതലുണ്ടോ? അപ്പോൾ അതൊന്ന് പറയാം. എങ്ങനെ ചെയ്യുമ്പോഴാണ് മാഡം ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, ലൈക്ക് നമ്മളിപ്പോൾ കത്തീറ്റർ ഒഴിവാക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇതല്ലേ? അതാ മാഡം കത്തീറ്റർ ഒഴിവാക്കുന്ന കാര്യം പറഞ്ഞത്. ഇപ്പോൾ ആ പേഷ്യൻറ്റിനോട് നമ്മളെ റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കുന്നു. അന്ന് രാവിലെ നമ്മൾ നേഴ്സ് ചെല്ലുന്ന ദിവസം രാവിലെ വീട്ടുകാർ തന്നെ റിമൂവ് ചെയ്യുന്നു, 2 ദിവസം മുന്നേ അല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ പരമാവധി കത്തീറ്റർ ഒഴിവാക്കാൻ ഈ പ്രോബ്ലംസ് കാരണം ചിന്തിക്കുമ്പോൾ പാരപ്ലീജിക്സിലൊക്കെ ഈ പറഞ്ഞ കത്തീറ്റർ ഇട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ചോദിച്ചതാ. അത് പക്ഷേ നമ്മുടെ PMR ഡോക്ടേഴ്സ് അല്ല, നിങ്ങളുടെ ഒന്ന് പറയണം. സുനിൽ സാർ പറയും. റെസിഡ്യൂൽ യൂറിൻ്റെ കാര്യമല്ലേ പറയുന്നത്? അല്ല, എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ശരിക്കും വോയിഡ് ചെയ്ത് പോകുന്നില്ല, മുഴുവൻ പോകുന്നില്ലെങ്കിൽ അത് ബ്ലാഡറിലിരുന്ന് ബ്ലാഡറിന്റെ പ്രഷർ കൂടി ഹൈഡ്രോനെഫ്രോസ് വരില്ലെന്ന് മാഡം ചോദിക്കുന്നത്. ശരിക്കും PMR ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് എല്ലാ പാരാപ്ലജിക്സും ഷുഡ് അണ്ടർഗോ ആൻ യൂറോഡൈനാമിക് സ്റ്റഡി ആൻഡ് ദെൻ ഓൺലി ഡിസൈഡ് എന്നാണ് പറയുന്നത്. അല്ല, മോർ ദാൻ 150 ml യൂറിൻ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡ്രെയിനേജ് ഉണ്ടാവണം. ഒന്നുകിൽ കോളിസ് വേണം, അല്ലെങ്കിൽ സെൽഫ് ക്ലീൻ ഇന്റർമീഡിയറ്റ് കത്തീറ്ററൈസേഷൻ വേണം, അല്ലെങ്കിൽ സൂപ്രാപിക് കത്തീറ്ററൈസേഷൻ. റെസിഡ്യൂൽ യൂറിന്റെ അളവ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വിത്തിൻ 1 month എല്ലാ കത്തീറ്റേഴ്സും ഇൻഫെക്റ്റഡ് ആവും, ബാക്ടീരിയ കോളനൈസേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിംറ്റമാറ്റിക് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ കൾച്ചർ കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ കൾച്ചറിൽ നമ്മളൊരു ബാക്ടീരിയ കണ്ടെത്തി, ആ ബാക്ടീരിയനെ എന്തായാലും നമുക്ക് ട്രീറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അത് ഓൾറെഡി കോളനൈസേഷൻ ഉണ്ട്, അതിന് മുഴുവൻ എന്തായാലും യൂറിനറി ഇതിന് വരുമ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കൾച്ചർ ചെയ്താലും ഇതേ എഫക്റ്റ് തന്നെയല്ലേ വരാൻ പോണത്. മാത്രമല്ല കുറേ ബാക്ടീരിയൽ കൾച്ചർ കിട്ടുന്ന കാര്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരാം. അപ്പോൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് കൊടുത്താലും ആ സിംറ്റമാറ്റിക് റിലീഫ് അതിനകത്ത് കിട്ടുമെങ്കിൽ അങ്ങനെ പോകുന്നതല്ലേ നല്ലത്. അല്ലാതെ കൾച്ചർ ചെയ്തൊരു പ്രത്യേക ബാക്ടീരിയ അതിനകത്ത് കണ്ടുപിടിച്ചാലും ആ ബാക്ടീരിയനെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാത്തത്തോളം കാലം പിന്നീട് സ്പെസിഫിസിറ്റിയുടെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊരു ഇതിനകത്ത് വരുമ്പോഴും ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് കൊടുത്തു എന്നിട്ട് എല്ലാം കൾച്ചർ ചെയ്യേണ്ട കാര്യം എന്തായാലും ഇല്ല, അത് കുറെ നോക്കിയിട്ട് പോരെന്നുള്ള. നമ്മൾ ആരുടെയെങ്കിലും തലക്കിട്ട് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹിറ്റ് ഹാർഡ്. അപ്പം നമ്മൾ കറക്റ്റ് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ അടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോൾ നമുക്കറിയാലോ ഇത്ര ദിവസം കൊണ്ട് കൊടുത്തു പറയുന്നത് അതല്ലേ വഴിയുള്ളൂ. സാധാരണ കൾച്ചറിന്റെ ഉദ്ദേശം ആ ബാക്ടീരിയനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സാധാരണ. അതായത് അതിനു വേണ്ടിയിട്ടാണ് സ്പെസിഫിസിറ്റി കറക്റ്റ് ആയിട്ട് നോക്കുന്നത്. ഇതിനകത്ത് ഇത് ബ്ലാഡറിനകത്ത് ഒരു ഇതിനകത്ത് കോളനൈസേഷൻ വന്നാൽ അത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് പല മൈക്രോബയോളജിസ്റ്റും പറയുന്നത്. എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, അതവിടെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് ഒരു സ്പെസിഫിക് മാത്രമായിട്ട് കൊടുക്കുന്ന ബ്രോഡ് സ്പെക്ട്രം കൊടുത്താലും സിംപ്റ്റമാറ്റിക് റിലീഫ് കിട്ടില്ലേ എന്നുള്ളതാണ്. സാറേ, ഇപ്പോൾ നമ്മൾ ബ്രോഡ് സ്പെക്ട്രം കൊടുക്കുമ്പോൾ മിനിമം ഈ 3rd ജനറേഷൻ സെഫലോസ്പോറിൻ അല്ലെങ്കിൽ 2 എണ്ണം കമ്പൈൻ ചെയ്യണ്ടേ. അതിനകത്ത് ആ കമ്പൈൻ ചെയ്യുന്നത് മെയിൻലി അമിനോഗ്ലൈക്കോസൈഡ് ആണ്. ഇവരെല്ലാം നമ്മൾ ആദ്യം ഇവരെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തിനാണ്? കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യുക, റിഫ്ലക്സ് വന്ന് പൈലോനെഫ്രൈറ്റിസ് വരിക, ഇതൊക്കെയല്ലേ യൂറോസെപ്സിസ്, ഇതല്ലേ നമ്മുടെ ടെൻഷൻ. അപ്പോൾ ഒന്ന് ഈ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളത് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ഈ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് കൊടുത്തു, പേഷ്യൻ്റ് ഒരു 7 ദിവസം കൊണ്ട് ബെറ്റർ ആവും. പക്ഷെ നമ്മളൊരു 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും ബൂമറാങ് പോലെ തിരിച്ചു വരുവാണ്. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം ഞങ്ങൾ പണ്ട് മലപ്പുറത്ത് ഇത് ചെയ്യുമ്പോൾ ഈ മലപ്പുറത്ത് പാരാപ്ലീജിയ പേഷ്യൻസിനൊക്കെ പോയി കൾച്ചർ ചെയ്യും. ഇപ്പൊ കൾച്ചർ ചെയ്യുമ്പോൾ അവസാനം നെറ്റിൽ മൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആന്റിബയോട്ടിക്കിന്റെ സാധനം വരും. നാട്ടുകാർ പിരിവെടുത്ത് ഇത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും 3 ആഴ്ച ഇത് തന്നെ സ്ഥിതി. കാര്യം ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് ഞാൻ ജയറാം മണിക്കർ സാറുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയത്. സാറാണിത് പറഞ്ഞത്, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ചെയ്യുന്നു? തൽക്കാലം നിങ്ങൾക്ക് സിംപ്റ്റമാറ്റിക് റിലീഫ് അത് ചെയ്താൽ പോരെ.
കാര്യം ഇത് ഒഴിവാക്കാൻ എന്തായാലും കഴിയും. അപ്പോൾ വേറൊരു സ്ഥലത്താണെങ്കിൽ ഒഴിവാക്കായിരുന്നു, ബ്ലാഡറിലായതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതിന് സൊല്യൂഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ വലിയ വലിയ ആന്റിബയോട്ടിക് ആസിഡ് അങ്ങനെ കുറെ നമ്മുടെ ഇവിടെ എഴുതി വരും. പക്ഷെ അതിനകത്തു നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അവസാനം പേഷ്യന്റ് മേടിക്കാൻ കാശില്ലാതാവുമ്പോൾ സ്റ്റിക്കിംഗ് ഓൺ ടു ദീസ് നമ്മുടെ സാധാരണ ബ്രോഡ് സ്പെക്ട്രം കൊടുക്കുന്നു. പേഷ്യന്റ് എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, എല്ലാവരുടെയും സിംറ്റംസ് ഒരാഴ്ച കൊണ്ട് ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ പിന്നെയും തിരിച്ചത് തന്നെ വരും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഇത് വീണ്ടും വീണ്ടും വരുമ്പോൾ പിന്നെ നമ്മൾ അവസാനം പറയും ഈ കടലാസിൽ കാണുന്നത് തന്നെ മേടിക്കണം, വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അത് മേടിച്ച് അങ്ങനെയുള്ളവർ രണ്ടാമത് വന്നിട്ടുമുണ്ട്. സാറ് പറയുന്നവരെ വന്നിട്ടുമുണ്ട്, പക്ഷെ വരാതിരുന്നിട്ടുമുണ്ട്. കറക്റ്റ് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ അവരുടെ റിക്കറൻറ്റ് സിംറ്റംസിൻ്റെ ഡ്യൂറേഷൻ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ബട്ട് നമ്മളിത് ആദ്യത്തെ പ്രാവശ്യം ഒരിക്കലും ഈ വലിയ വലിയ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ നമ്മൾ പറയുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടേ മാത്രം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ബ്രോഡ് സ്പെക്ട്രത്തിൽ തന്നെ, കാരണം ഇതെന്തായാലും മേടിക്കാൻ പോകുന്നില്ല. മേടിച്ചാൽ തന്നെ കോഴ്സ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. 4 എണ്ണമൊക്കെ സാറ് പറയുന്ന പോലെ ആളുകൾ തിരിച്ചു തരും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 14 ദിവസം എന്തായാലും ഇത്രയും കാശുള്ള ഒരു 1200 രൂപ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ആരും അഫോർഡ് ചെയ്ത് കണ്ടിട്ടില്ല മെഡിക്കൽ കോളേജിൽ. ഈ സിലിക്കോൺ കത്തീറ്റർ 3 മാസവും ലാറ്റക്സ് റബ്ബറിൻ്റെ പോളിഷ് കത്തീറ്റർ 1 മാസവും 3 weeks to 1 month എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രണ്ടും ഒരു ട്യൂബാണ്. ഈ അതിൻ്റെ ലാറ്റക്സ് റബ്ബറിൻ്റെ ക്വാളിറ്റിക്ക് 1 മാസം കഴിയുമ്പോൾ വല്ല ക്വാളിറ്റി പ്രശ്നങ്ങൾ വരുമോ, റബ്ബറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണോ? വാട്ട് ഈസ് ദ റീസൺ സിലിക്കോൺ കത്തീറ്റർ 3 months? ഈ ലാറ്റക്സ് കത്തീറ്റർ എന്താണെന്ന് വെച്ചാൽ സാറേ, അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ ഇതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന വാട്ടർ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ട്. ഒരു കത്തീറ്റർ ഇപ്പോൾ എല്ലാ കത്തീറ്ററും ഇപ്പോൾ 3 months കൂടുമ്പോൾ ചേഞ്ച് ചെയ്താൽ മതിയാവും. പക്ഷേ ഈ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ 1 month പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പോളിഷ് കത്തീറ്റർ ലാറ്റക്സ് ഉപയോഗിക്കുമ്പോൾ ഒരു 35 days, അതായത് പേഷ്യൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് തന്നെ ഈ ഒരു ഇൻഫ്ലേറ്റ് ചെയ്യുന്ന ആ ചാനൽ ബ്ലോക്ക് ഇത് ഉരുകിയിട്ടായിരിക്കാം നമുക്ക് വാട്ടർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഡീഫ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോരുന്നില്ല. അപ്പോൾ അത് ഡ്യൂറേഷൻ നമ്മളൊരു 30 days കൂടുന്നവർക്കാണ് കൂടുതലായിട്ട് അത് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 30 ദിവസം എന്നുള്ളത് നമ്മൾ ഈ ലാറ്റക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ സിലിക്കണിൽ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ സിലിക്കണിൻ്റെ കാര്യത്തിൽ ഒരു ഇതുള്ളത്, സിലിക്കണിൻ്റെ ഇൻഫ്ലേഷൻ കപ്പാസിറ്റി വളരെ കുറവാണ്. അതായത് 15 ml ആണ് അതിനകത്ത് പറയുന്നത്, മറ്റതിനകത്ത് 30 to 50 ml ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ടെക്നിക്കലി ഒരു നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ലീക്കിൻ്റെ ഒക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ശ്വാസത്തിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ലോങ് ടൈം കത്തീറ്ററൈസേഷന് ശരിക്കും പറഞ്ഞാൽ മിനിമൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് മതി ഇൻഫ്ലേറ്റ് ചെയ്യാൻ. പക്ഷേ ഈ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലീക്ക് വരുമ്പോൾ ഒരു സൈഡ് മാത്രം, ഈ ലാറ്റക്സ് കത്തീറ്ററിൻ്റെ ഒരു സൈഡ് മാത്രമാണ് അത് ഫില്ല് ചെയ്യുന്നത് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ആ ടിപ്പ് പോയിട്ട് അതിൻ്റെ ട്രിഗോളിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു ശ്വാസം വരുന്നുണ്ട്. അതൊരു കാരണമാണ് വരുന്നത്. പക്ഷേ ഈ സിലിക്കൺ കത്തീറ്ററിനകത്ത് 50 ml മാക്സിമം 50 ml ആണ് അതിനകത്ത് പറയും. 15 ml 15 ml ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലിക്കൺ, അതായത് ചുരുക്കത്തിൽ മെറ്റീരിയൽ ബെറ്റർ ആയതാണ്. സുനിൽ സാർ, ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ സാധാരണ പോളിഷ് കത്തീറ്റർ 1 മാസം കൂടുമ്പോൾ മാറ്റുന്നു, സിലിക്കൺ കത്തീറ്റർ 3 മാസം കൂടുമ്പോൾ മാറ്റുന്നു. പക്ഷേ ലിറ്ററേച്ചർ പറയുന്നത് ഇങ്ങനെ മാറ്റണം എന്നില്ല എന്നാണ്. അതായത് നമ്മൾ ഈ കത്തീറ്റർ മാറ്റേണ്ടത് അത് കുറേ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് പറയുന്നത്. ഒന്ന്, വാട്ട് ഇസ് ദ മാനുഫാക്ചറേഴ്സ് റെക്കമെൻഡേഷൻ, പിന്നെ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വരുന്നുണ്ടോ, അങ്ങനെ നമ്മൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ഈ 1 മാസം കഴിയുമ്പോൾ മാറ്റണം എന്നുള്ളത് അങ്ങനെ ഒരു കണക്കില്ലെന്നാണ് പറയുന്നത്. ഇതിനെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് വേണം അത് ചെയ്യാമെന്നാണ്. അപ്പം ഇപ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് സൊസൈറ്റിയുടെ പുതിയ റെക്കമെൻഡേഷൻ പ്രകാരം അത് ഇങ്ങനെ റെഗുലർലി മാറ്റണമെന്നേ പറയുന്നില്ല. ഇതെല്ലാം വച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കെയർ പ്ലാൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഒരു കാര്യം കൂടി, ഐ തിങ്ക് വൺ ഓഫ് ദി തിങ്സ് ദാറ്റ് വാസ് നോട്ട് മെൻഷൻഡ് ഇസ് anchoring anteriorly, especially in ladies, which will go a long way in preventing infection, cross infection. Anchoring the catheter anteriorly with tape. അപ്പോൾ അതിൽ ഫുള്ള് ഫോഴ്സ് ഉണ്ടാവില്ല. പിന്നെ അത് റെക്ടൽ ഏനൽ ഓപ്പണിംഗ് അടുത്തായത് കാരണം സ്മിയറിങ് ഓഫ് ഒന്നും കൂടി. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വി ആർ റണ്ണിങ് ബിഹൈൻഡ് ഷെഡ്യൂൾ. ഇനി അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്.
താങ്ക് യു വെരി മച്ച്. Thank you. സെഷൻ എൻഡ് ബട്ട് ദ ഡിസ്കഷൻ ഡസൻ. അപ്പോൾ ബാക്കി എല്ലാവരും ആ ഗ്രൂപ്പിൽ വീണ്ടും കാര്യങ്ങൾ ആഡ് ചെയ്യുക ചെയ്യാം. ഡോക്യുമെൻറ്റും എഡിറ്റബിൾ ആണ്. അല്ല, ഇപ്പോൾ കമൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്കത് എഡിറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. So thank you, Dr. Anju, Dr. Sunil, Dr. Manju, as well as Shiba and Faisal for that enlightening